ശ്രീമദ് ഭാഗവതം ക്ലാസ് 302 നമ്മളെ സ്കന്ധം 11 10ാമത്തെ അധ്യായമായിട്ട് ഈ ജഗത്ത് മിഥ്യയാണെന്ന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. എന്താണ് ഈ മിഥ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ ജഗത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ജഗത്തിലാണ് ജീവിക്കുന്നത്. വേദങ്ങളെല്ലാം തന്നെ ഈ ജഗത്തിൽ ചെയ്യേണ്ട സയൻസുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബഹിരാകാശത്ത് പോകേണ്ട കാര്യങ്ങളും ചികിത്സേൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെയാണ്. മിഥ്യയാണെങ്കിൽ പിന്നെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് മിഥ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. ഒന്നിൽ ഭഗവാൻ പറയുകയാണ്, ഗീത മുതലായവയിൽ ഉപദേശിക്കപ്പെട്ട പൂജ മുതലായവയിൽ വൈഷ്ണവധർമ്മത്തിൽ ജാഗരൂകരായി ഫലേച്ഛ കൂടാതെ എന്നെ ആശ്രയിച്ച് ആശ്രമം, വർണ്ണം, കുലം ഇവക്കനുസരിച്ച് കർമ്മമനുഷ്ഠിക്കുക. ചുരുക്കി പറയുകയാണ്, ഈ ജഗത്ത് മിഥ്യ എന്ന കാര്യം സത്യം തന്നെ, പക്ഷെ അതിന് വേറൊരു അർത്ഥമാണുള്ളത്. ഈ ജഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ജഗത്ത് ഇല്ല എന്ന അർത്ഥമൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നതിന് അതിൻ്റേതായ കാരണമുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഭൗതികവാദികളാണ്. ഭൗതികവാദികൾ അത്തരം കാര്യങ്ങളിലൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അവരുടെ ഈ ലോകത്തിൽ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവരെങ്ങനെ ജീവിക്കണം? ഗീത മുതലാവയിൽ ഉപദേശിക്കപ്പെട്ട പൂജ മുതലാവയിൽ വൈഷ്ണവധർമ്മത്തിൽ, അപ്പം പൂജാവിധകൾ, പൂജ എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ കൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ട് പോകാനാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വിശ്വരൂപമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കഥയിലുള്ള കഥാപാത്രമല്ല, ആ വിശ്വരൂപമാണ് കാണിച്ചു കൊടുത്തത്. ആ ശ്രീഹരിയെ, ആ ബ്രഹ്മത്തെ, നിർഗുണമായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിവിശേഷത്തെയാണ് കാണിച്ചു കൊടുത്തത്. അത് ബൗദ്ധിക ലോകവുമാണ്. ആ ശക്തിയെ, അതാണ് വൈഷ്ണവധർമ്മം. വൈഷ്ണവധർമ്മം എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണ് ഈ ലോകത്തെ പരിപാലിക്കുന്നത്. ധർമ്മമെല്ലാം അനുഷ്ഠിക്കുന്നത് വിഷ്ണുവിനെ അടിസ്ഥാനമാക്കണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സംഹരിക്കുന്ന കക്ഷിക്ക് നശിപ്പിക്കലേ പരിപാടിയുള്ളൂ. സൃഷ്ടിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാക്കിയിടുക എന്ന പരിപാടിയേ ഉള്ളൂ. അതിൻ്റെ ഇടക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആരാണ്? ആ നിയമങ്ങളെല്ലാം ആരിലാണ് വരുന്നത്? വിഷ്ണുവിലാണ്. അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? അതാരാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആ ശ്രീഹരിയാണ് തീരുമാനിച്ചത്. അതാണ് വൈഷ്ണവധർമ്മം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ വിഷ്ണു എന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ, ഇവിടെയുള്ള നിയമങ്ങളെയെല്ലാം പറ്റി ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ വിഷ്ണുവിനെയാണ് ആരാധിക്കാതെ പൂജിക്കേണ്ടത്. എങ്ങനെയാണ് പൂജിക്കേണ്ടത്? കൃഷ്ണൻ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗീത ഉപദേശിക്കുന്നതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അർജുനനോട് പറയാം, നീ നിന്റെ കർമ്മം ചെയ്യുക, അത്രയും നിനക്ക് ധർമ്മമുള്ളൂ. അതാണ് വിഷ്ണു പൂജ. കാലം നിന്നെ സൃഷ്ടിച്ചത് ചില അധർമ്മത്തിനെതിരായിട്ട് പോരാടാനാണ്. ആ കർമ്മം നീ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് വിഷ്ണു പൂജ. വിഷ്ണു ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുക. നമ്മളെന്തിനാണോ സൃഷ്ടിച്ചത് അത് ചെയ്തു കൊടുക്കുക. ആര്? വിഷ്ണുവിന്. അപ്പം കാലത്തിന് നമ്മളെ സൃഷ്ടിക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് ചെയ്തു കൊടുക്കുക. എങ്ങനെ? ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, നമ്മളെ ഫലേച്ഛ കൂടാതെ. അവിടെയാണ് പ്രാധാന്യം. നമുക്ക് എന്ന ചിന്തയിൽ, നമ്മളെന്തെങ്കിലും നേടണം എന്ന ചിന്തയിൽ കർമ്മം ചെയ്യരുത്. നിങ്ങൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും, കൃഷ്ണൻ പറയുന്ന മാതിരി ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്കായി കർമ്മം ചെയ്യുക. വിഷ്ണുവിനായി, എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്തു കൊടുത്തേക്കുക.
ഫലം ഇച്ഛിക്കേണ്ടതില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിലെല്ലാം പോയിട്ട് എന്താ ചെയ്യുന്നത്? അത് സാധിപ്പിച്ച് തന്നെ ഇത് തന്നെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. വിഷ്ണു പറയുന്ന അതിനൊന്നും പോകരുത്, ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചടിയായിരിക്കും കിട്ടുന്നത്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടികളായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്, അനുഭവിക്കുക. ചെയ്തത് ആ ശക്തിക്ക് വേണ്ടിയാണെന്ന് വെച്ച് ചെയ്യുക. ഇതാണ് വേണ്ടത്. അല്ലാതെ ഈ പൂജയല്ലേ ഇവിടെ നിന്നാണ് വന്നിരിക്കുന്ന? ദൈവത്തെ പൂജിക്കാൻ ആരാ പറഞ്ഞിരിക്കുന്നത്? ദേവപൂജ എന്ന് പറഞ്ഞാൽ വിഷ്ണു പൂജയാണ്, ബ്രഹ്മപൂജയല്ല. സൃഷ്ടിക്കുമ്പോൾ വേണ്ടി കുട്ടികളെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രഹ്മാവിനെ വിളിച്ചോളൂ. അല്ലാതെ ജീവിതത്തിൽ വിഷ്ണുവാണ് എല്ലാത്തിൻ്റെ ധർമ്മങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് വൈഷ്ണവ ധർമ്മം. അല്ലാതെ നമ്മൾ കയറിയിട്ട് വേറെ എന്തോ ആണെന്നും ധരിക്കേണ്ടതില്ല. അപ്പം എന്ത് വേണം? ഫലേച്ഛ കൂടാതെ ഫലം പ്രതീക്ഷിക്കരുത്. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇന്നെന്തിനാണ്? നമ്മളോരോ ആഗ്രഹത്തിന് സാധിക്കാൻ വേണ്ടിയാണ് അവിടെ വഴിപാട് നടത്തുന്നത്. ആരാ പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ? ഭാഗവതമൊന്നും പറഞ്ഞിട്ടില്ല. ഫലേച്ഛ കൂടാതെ ചെയ്യണം. പിന്നെ നിങ്ങൾ അവിടെ പോയിരുന്നിട്ട് എനിക്കത് സാധിപ്പിച്ചോ ഇത് സാധിപ്പിച്ചോ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഫലേച്ഛ കൂടാതെ എന്നെ ആശ്രയിച്ച് ആശ്രമം, വർണ്ണം, കുലം എന്നിവക്കനുസരിച്ച് നമുക്കോരോ ആശ്രമധർമ്മങ്ങളുണ്ട്. പഠിക്കുന്ന കാലത്ത് ആശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ കയറുന്നത് എന്താ വെച്ചാൽ ഒരാശ്രമം, ആരോ ഒരാൾ ആശ്രമം കെട്ടിയിട്ടിരിക്കുക, അവിടെ പോയിട്ട് അയാൾ പറയും നീ വഴി ചെയ്യുക. ഇതെല്ലാം ആശ്രമധർമ്മം. ആശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മം. എന്താണത്? ഓരോർക്ക് ഓരോ ധർമ്മമുണ്ട് ജനിക്കുമ്പോൾ. അതിലും ഗൃഹസ്ഥാശ്രമം വരുന്നുണ്ട്, വാനപ്രസ്ഥം വരുന്നുണ്ട്, സന്യാസം വരുന്നുണ്ട്. കുട്ടികളുടെ ജോലി പഠിക്കലാണ്. ഗൃഹസ്ഥാശ്രമിയുടെ ജോലി ഗൃഹകാര്യങ്ങളും കല്യാണം കഴിച്ച് ജോലി ചെയ്യുകയാണ്. അതേസമയം മക്കളുണ്ടാക്കുന്നതും ധർമ്മം തന്നെയാണ്. അതേസമയം ഓരോ ജോലികൾ, ബുദ്ധിമാനാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായിട്ട് പോവുക, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളവരാണെങ്കിൽ രാജാക്കന്മാരായിട്ട് പോകാം. ബാക്കിയുള്ളവരെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാ എഞ്ചിനീയർ, ഡോക്ടറോ ആ ജോലിയെല്ലാം ചെയ്തു പോവുക. ചിലവർ സേവനത്തിലാണ് താല്പര്യം. അതൊന്നും ജാതിയല്ല, അതൊന്നും ജനനം കൊണ്ട് കിട്ടും. ജനിതകമായ ഒരു ജന്മനാവുള്ള ഒരു സ്വഭാവമാണ്. അത് ഓരോ കുടുംബത്തിലും കാണും. നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ശരീരത്തിൽ തലയാണ് ബ്രാഹ്മണൻ, കൈയാണ് ക്ഷത്രിയൻ. അതുകൊണ്ട് ഇതൊന്നും വെട്ടിമാറ്റാൻ കഴിയുന്നതല്ല. മനുഷ്യരിലിടയ്ക്ക് ഇങ്ങനെ തരംതിരിക്കാം, പക്ഷേ ഭേദഭാവം പാടില്ല എന്നാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ ഭേദം? എല്ലാം ബ്രഹ്മമാണ്. പിന്നെ എങ്ങനെയാണ് ഭേദഭാവം ഉണ്ടാവും? ആശ്രമധർമ്മം എന്നെല്ലാം കാണുമ്പോൾ, വർണ്ണം, കുലം എന്നെല്ലാം കാണുമ്പോൾ അർത്ഥമാക്കേണ്ടത് ഓരോ ആൾ ജനിക്കുമ്പോൾ ഓരോ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ആ ശക്തിക്കായിട്ട് ചെയ്തു കൊടുക്കുക. ഇനി 2, വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് അവയിൽ പ്രാപ്തരാകുന്ന ജനങ്ങളുടെ യജ്ഞങ്ങൾ വിപരീത ഫലം ചെയ്യും. വിഷയങ്ങളിൽ ശ്രദ്ധിച്ച്, ഓരോ വിഷയത്തിന് ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നീങ്ങുക. വിഷയസുഖം അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത് വേണം ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് വിപരീത ഫലമാണ് കിട്ടുക. കാരണം ഫലം തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് കുറേ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും. 100% പൊരുത്തമുള്ള ജാതകമായിരിക്കണം, പെണ്ണിനിങ്ങനെ മുടി വേണം, പെണ്ണിനിങ്ങനെ ഉയരം വേണം, ഇങ്ങനെ മെലിഞ്ഞിരിക്കണം, സ്വഭാവം ഇങ്ങനെയായിരിക്കണം, ജോലി ഇന്ന വേണം, ഇന്ന പഠിച്ചിരിക്കണം, ഇതെല്ലാം തറവാട് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അവസാനം കെട്ടുന്നത് ഏതായിരിക്കും? ഇതിലെത്ര ശതമാനം യോജിക്കുന്നുണ്ട്? ഓരോ ആളും ആരെ കെട്ടണം എന്നല്ല ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വിവാഹമേ നടക്കാൻ പോകുന്നില്ല. വിപരീത ഫലമേ കിട്ടുകയുള്ളൂ. അതാണ് വിപരീത ഫലമേ കിട്ടുകയുള്ളൂ. ഓരോർക്കും അതൊരു വിധിച്ചിട്ടുണ്ട്, അതുമാതിരിയേ പോവുകയുള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും നല്ല ദാമ്പത്യം എന്നാണ് വിചാരിക്കുക. കല്യാണം ഒരാഴ്ച ആയിപ്പോഴേക്ക്. അപ്പം അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട. വിവാഹ സമയമാകുമ്പോൾ
അന്വേഷിക്കുക. വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ ശക്തി എനിക്ക് വേണ്ടത് എവിടെയോ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. കാണുക, കെട്ടുക, കുട്ടികളുണ്ടാക്കേണ്ട, അതിന് കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ കെട്ടുന്നത്. ആ തര മനസ്ഥിതിയോടുകൂടി മുന്നോട്ടേക്ക് പോവുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, പ്രതീക്ഷകൾ വെച്ച് പോയി കഴിഞ്ഞാൽ അനുഭവത്തിൽ ഫലം കിട്ടുന്നത് നമ്മളല്ല. നമ്മളെ വിചാരിച്ച മാതിരിയല്ല ഫലം കിട്ടുക. ഫലമെല്ലാം നീ ആര്? ഫലത്തെപ്പറ്റി ചിന്തിക്കാനാണ് അർജുനനോട് ചോദിച്ചത്. നീയാണോ ഇതെല്ലാം? അവനന്ന് തട്ടിക്കളയും വൈകുന്നേരം ആകുമ്പോൾ. നീ ആര് ഇതെല്ലാം തീരുമാനിക്കാൻ? അതുപോലെ അധികം പ്രതീക്ഷകളൊന്നും വേണ്ട. നമുക്ക് വിധിച്ചത് തന്നെ സമയത്തുമ്പം വന്ന് തലയിൽ വരും. അതുകൊണ്ട് ആ കാലം അതിലൂടെ എന്തെല്ലോ കുട്ടികളെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാലത്തിനൊരാവശ്യമുണ്ട്. ഇപ്പം എന്നിലൂടെ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാലം. ഇന്ന സമയത്ത് ഒരു കുട്ടി വേണം. അതിനെ പെണ്ണുമായിട്ട് ചേർന്നല്ലേ പറ്റും. ആ കുട്ടിക്ക് എന്ത് ക്വാളിറ്റി വേണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണിനെ നമ്മളെ പെരടിക്ക് ആ സമയത്ത് അത് എത്തിച്ചു തരും. അല്ലാതെ നമ്മളെ ശ്രമത്തിലൊന്നും അല്ല. അത് വന്നു കഴിഞ്ഞാൽ എന്നിലുള്ള ജനിതക ഘടനയും അതിലുള്ള ജനിതക ഘടനയും എടുത്ത് യോജിപ്പിച്ചിട്ട് ആ കക്ഷിക്ക് ഏത് തരത്തിലുള്ള കുട്ടിയാണോ വേണ്ടത് ആ കാലത്തിൽ അതിനനുസരിച്ച് അതുണ്ടാക്കിയെടുക്കുന്നു. അപ്പം പിന്നെ നമുക്കെന്ത് റോളാണ് ഉള്ളത്? ഇത് തന്നെയാണ് എല്ലാ കർമ്മവും, അതാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വിപരീത ഫലങ്ങളെ ഉണ്ടാവും. നമ്മൾ ഇന്ന് വേണമെന്ന് വെച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവസാനം നിരാശ വരും. കാരണം നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല കാലം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് നമ്മൾ പോയിക്കോളുക. എന്താണോ വിധിച്ചത് ആ ക്രമത്തിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഞാൻ വിഷ്ണുവിനായിട്ട് കൊണ്ട് ചെയ്യുന്നു എന്ന നിലയിൽ പോവുക. പറയാനെല്ലാം നല്ല സുഖമാണ്. 3, ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെ. ഉറക്കത്തിൽ നമ്മൾ എന്തെല്ലോ സ്വപ്നം കാണും, അതെല്ലാം സത്യമാണ്. രാജാവിൻ്റെ ചരിതങ്ങളെ ധ്യാനിക്കുന്നതും, രാജാവിൻ്റെ ചരിതങ്ങളെ എന്ന് പറഞ്ഞാൽ രാജഭരണത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ പോവുകയാണ്. കാരണം നമ്മളെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ ഭരണവ്യവസ്ഥിതിയാണ്. അതിനനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റൂ. കാരണം ഞാൻ ഒരു പിച്ചക്കാരൻ്റെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയായിട്ട് ജനിച്ചിരിക്കുക, നല്ല ബുദ്ധിശക്തി ഉണ്ട്, എനിക്കൊരു ഡോക്ടറായി കളയണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ആ വ്യവസ്ഥിതിയിൽ ഡോക്ടർക്ക് ലക്ഷങ്ങൾ കിട്ടിയാലേ അവിടെ സീറ്റ് കിട്ടുകയുള്ളൂ. നടക്കുന്ന കാര്യമാണ്. അപ്പം രാജാവിൻ്റെ ചരിത്രങ്ങളെ ധ്യാനിക്കുക. നേരെ മറിച്ച് വേറൊരു രാജ്യത്താണെങ്കിൽ അവിടെ പിച്ചക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ചെറുതിൽ ഓരോ ആൾ വാസനകളനുസരിച്ച് അവർക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഓരോ ആൾ അവരവരുടെ വാസന അടിച്ചെന്ന് പോകും. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് കിടക്കുന്നത്? രാജാവിൻ്റെ ചരിത്രത്തെ എല്ലാം ആശ്രയിച്ചാണ്, ആ രാജവ്യവസ്ഥിതിയെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനെയും ധ്യാനിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മനോരഥങ്ങളും, അപ്പോൾ നമ്മുടെ മനോരഥങ്ങളും അതുമാതിരിയായിരിക്കും. ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിക്കനുസരിച്ച മനോരഥങ്ങളാണ് നമുക്കുണ്ടത്. ഉദാഹരണമായിട്ട് ചില ദേശത്തിൽ സ്ത്രീധനമൊന്നുമില്ല. ഇപ്പോൾ മലബാറിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം, ചിലവരുടെ അടക്കുന്നു സ്ത്രീധനം ചോദിക്കുന്ന പരിപാടി തന്നെ വൃത്തികേടായിട്ടാണ് ചിന്തിക്കുന്നത്. എവിടെ? കണ്ണൂരിൽ. എന്നാൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാലോ, കണ്ണൂർ വിട്ടാലോ, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ സ്ത്രീധനം എന്നത് ഒരു നിയമമാരിയാണ്.
അപ്പോൾ ഓരോ ദേശത്തിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ മനോരഥങ്ങൾ വരുന്നത്. ഓരോ ദേശത്തിലാണ്. ഇപ്പം നമ്മളിപ്പം തിരുവനന്തപുരത്ത് ജനിക്കുകയും ഏഷ്യയിലെ ആഫ്രിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് ജനിക്കുകയും സൗദി അറേബ്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതികൾക്ക് വലിയ മനോരഥങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതെല്ലാം ആ രാജഭരണത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാം പ്രത്യേകതയാണ്. അതിൽ നമ്മൾ മോഹിതരായി വീഴുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം പലവിധമാകയാൽ, അപ്പോൾ ഇതെല്ലാം പല വിധത്തിലാണുള്ളത്. ഓരോ ദേശത്തും പലവിധമാകിയാൽ ഞാനെന്ന തോന്നുന്ന ജ്ഞാനം, ഞാനെന്ന് അങ്ങനെ ഓരോ സ്ഥലത്തും ഇരുന്നിട്ട് ഞാൻ എന്ന നിലയിൽ നമുക്കൊരു തോന്നലുണ്ട്. അത് ഭ്രമം മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്ന തോന്നലല്ല. ഇപ്പം സൗദിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിരിക്കുന്ന തോന്നൽ അതെല്ലാം ഭ്രമമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരൊറ്റ ആളാണ്. പക്ഷേ ഞാനിവിടെ കേരളത്തിലിരിക്കുന്ന എൻ്റെ ദേശമാണ് എന്നൊരു അഭിമാനം എനിക്കുണ്ടാകും. സൗദിയിലിരിക്കുമ്പം ഏതോ മുള്ളുമ്മലിരുന്ന മാതിരിയായിരിക്കും. അയ്യോ ഇവിടെ എങ്ങനെ നമുക്കത് തോന്നും. യഥാർത്ഥത്തിൽ ഒരേ വ്യക്തിയാണ്, ഒരേ ലോകം സൃഷ്ടിച്ച ഒരേ ശക്തിയുടെ കീഴിലാണ്. പക്ഷേ ഓരോ രാജവ്യവസ്ഥിതിയിൽ നമുക്ക് പലതരം ഭ്രമങ്ങൾ ഉണ്ടാവുകയാണ്. സ്ഥലത്തിന് ദേശത്തിനനുസരിച്ചെല്ലാം പല വിധത്തിൽ നമ്മൾ ഭ്രമത്തിൽ അകപ്പെടുകയാണ്. അതുകൊണ്ട് നാലിൽ പറയുകയാണ്, എന്നിൽ അടിഞ്ഞുകൂടിയ കാമ്യ കർമ്മങ്ങളെ ത്യജിക്കണം. ആഗ്രഹങ്ങളെ, കാമങ്ങളെ നമ്മൾ ത്യജിക്കണം. നിഷ്കാമ കർമ്മത്തെ സേവിക്കണം. നമ്മൾ കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. ലോക പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകം പുരോഗമിക്കുകയാണ്. അതൊരു പ്ലാൻ അനുസരിച്ചാണ്, ആ ശ്രീഹരിയുടെ പ്ലാൻ അനുസരിച്ചാണ് ലോകം പുരോഗമിക്കുന്നത്. അതിലേക്ക് നമ്മളെ കോൺട്രിബ്യൂഷൻ നിഷ്കാമമായിട്ട് ചെയ്തു കൊടുക്കുക. ആത്മചിന്തയെ മുറുകെ പിടിക്കണം. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മളെ ആ ശക്തിയാണ്, ആ ശക്തി തന്നെയാണ് നമ്മൾ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. ഞാനല്ല, ആ ബോധം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് ഈ ജീവിതത്തിൽ. ഞാനെന്ന ചിന്ത വെച്ചിട്ട് അത് കളിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. പക്ഷെ അതേസമയം നമുക്കിതിലൊരു അതിൻ്റെ ഫലമൊന്നും നമ്മളിലല്ല നിൽക്കുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ വളരെ പഠിച്ചിട്ടെല്ലാം പോകുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അവിടെ ഇൻ്റർവ്യൂ നടത്തുന്നവർ അവിടെ നടക്കുന്ന കാര്യം എന്താണ്? ഒരു നമ്മളെ കൺട്രോളിലുമല്ല. അതെല്ലാം ശരിയായ നമ്മൾ ലോകത്തിൽ നിന്ന് പഠിക്കണം. നമ്മളെ കൺട്രോളിലല്ല. നമ്മൾ എത്രയും പഠിച്ചു പോയായിരിക്കും അവിടെ എത്തുമ്പോൾ ജോലി കിട്ടുന്നുള്ള വല്ല ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോഴോ ആത്മാവിനെ ചിന്തിച്ച് ആ ശക്തിയാണ് എനിക്ക് കിട്ടേണ്ട ജോലിയാണെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടും. എനിക്ക് കിട്ടേണ്ട സമയം എനിക്കത് തരും. അവിടെ ഇരിക്കുന്നതുമെന്നെ ഒന്നുമല്ല തീരുമാനിക്കുന്നത്, കാലമാണ് തീരുമാനിക്കുന്നത്. ഇന്ന സമയത്ത് ഇവൻ ഇന്ന ജോലി കിട്ടണം. ആ വിശ്വാസത്തിൽ കൂടി അവിടെ പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, ഞാനിങ്ങ് പോരും. ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഈ തത്വം, ആത്മതത്വം മനസ്സിലാക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നിത്യകർമ്മവിധിയെ അത്രത്തോളം ആദരിക്കേണ്ടതില്ല. നമ്മൾ പ്രപഞ്ചത്തിൽ ഇന്ന് പറയുന്ന നിത്യകർമ്മവിധിയെ നമ്മൾ അങ്ങനെ ആശ്രയിക്കേണ്ടതില്ല, ആദരിക്കേണ്ടതില്ല. നമ്മളെ കർമ്മം ചെയ്യുക, അല്ലാതെ ആചാരങ്ങളും മറ്റേതൊന്നും അങ്ങനെ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കർമ്മം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അത് ചിലപ്പം മറ്റുള്ളവർ ചെയ്യുന്ന മാതിരിയൊന്നും ആയിരിക്കില്ല. കാരണം എല്ലാവരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളെ ബിഹേവിയർ ഓരോ തരത്തിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ അവിടെ പോയിട്ട് ചെയ്യണം എന്നുള്ള വെച്ചാൽ അതിനൊന്നും അർത്ഥമില്ല. ചിലവർ ഇൻ്റർവ്യൂവിന് മൊത്തം ഇങ്ങനെയല്ലാക്കിയിട്ട് കയറും.
ചിലവരൊന്നുമില്ല കാര്യമായിട്ട് ഇങ്ങനെയാക്കും ചിലപ്പോൾ. അതല്ല അവനവൻ്റെ ശൈലിയാണ്. അതുകൊണ്ടൊന്ന് പോയേച്ചാൽ മതി. എല്ലാവരും ഇങ്ങനെ പോകണം. പോകുമ്പോൾ ആടയത്തുമ്പോൾ ഒന്ന് തൊഴുതേക്കണം. ആര് പറഞ്ഞ് തൊഴുകണം? ഒരു തൊഴേണ്ട ആവശ്യമില്ല. കിട്ടേണ്ടതാണ് ആ ശക്തിയാണ് തരുന്നു. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ മായയിൽ അകപ്പെട്ടവരാണ് എന്ന് പറയുന്നത്. 5 എന്നെ പരമപുരുഷാർത്ഥമായി വിചാരിച്ച്, പരമപുരുഷാർത്ഥങ്ങൾ, എല്ലാ പുരുഷാർത്ഥങ്ങളും ഞാൻ തന്നെയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എല്ലാം തരുന്നത് ആരാണ്? ഞാനാണ്. കാമം തരുന്നത് ഞാൻ തന്നെയാണ്. നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് ജോലി നൽകുന്നതും ഞാൻ തന്നെയാണ്. നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ പരമപുരുഷാർത്ഥമായി വിചാരിച്ച് അഹിംസ, സത്യം മുതലായ യമങ്ങളെ ആദരിക്കണം. അനാവശ്യമായിട്ട് അഹിംസയും മറ്റേ സത്യം ഇവയെല്ലാം ആചരിക്കുക. നമ്മൾ ചെയ്യുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. അല്ലാതെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ മറ്റവനെ മറികടക്കാൻ അടുത്തിരിക്കുന്നവനുണ്ട്, ഇവനെ എങ്ങനെ ഒന്ന് ആപ്പിലാക്കാം, ഇങ്ങനെയുള്ള ചിന്തയൊന്നും ആവശ്യമില്ല. അവൻ കുറച്ച് കാണാൻ കുറച്ച് ഗെറ്റപ്പ് എന്നെ കാട്ടിയുണ്ട്, ഇനിയിപ്പോൾ അവന് ജോലി കിട്ടിക്കളിയോ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ മനസ്സിൽ വിഷമിക്കുന്നത്? അവരെ പറ്റിയൊന്നും ചിന്തിക്കണം. അതെല്ലാം അഹിംസയാണ്. സത്യം എന്താണ്? ആ ശക്തിയാണ് ജോലി തരുന്നത്. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ജോലിയാണെങ്കിൽ എനിക്ക് തന്നെ തരും. ആ ചിന്തയോടുകൂടി അങ്ങ് പോവുക. ശൗചം, ധ്യാനം മുതലായ സന്ദർഭം കിട്ടുമ്പോൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടതായി ഇപ്പം ദാനം കൊടുക്കുന്നതിന് സന്ദർഭം കിട്ടുമ്പോൾ, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ ആവശ്യം വരുമ്പോൾ ചെയ്തേക്കുക. എന്നെ അറിഞ്ഞ് ശാന്തനായി രാഗദോഷാദികളില്ലാത്തവനായി എൻ്റെ സ്വരൂപം സിദ്ധിച്ചവരുമായ ഗുരുവിനെ ഉപാസിക്കണം. എന്നെ അറിഞ്ഞ ശാന്തനായ രാഗദോഷാദികളൊന്നും ഇല്ലാത്ത എൻ്റെ സ്വരൂപം സിദ്ധിച്ചവരുമായ ഗുരുവിനെ ഉപാസിക്കണം. എൻ്റെ സ്വരൂപം സിദ്ധിച്ചവരായ ഗുരുവിനെ ഉപാസിക്കണം. എൻ്റെ സ്വരൂപം സിദ്ധിച്ച എന്താണ്? എനിക്ക് ഭേദഭാവമില്ല, എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ ബ്രഹ്മരഹസ്യങ്ങളും അറിയുന്ന, ഒരു ഭേദഭാവവുമില്ലാത്ത എൻ്റെ സ്വരൂപം. ഈശ്വരൻ്റെ ബന്ധം ആരോടാണ്? പാവങ്ങളോടാണ്, രാജാക്കന്മാർക്കെതിരാണ്. അവതാരം തന്നെ ആർക്ക് വേണ്ടിയാണ്? അധർമ്മികളായ രാജാക്കന്മാരെ മാറ്റിയിട്ട് പുതിയവരെ പ്രതിഷ്ഠിക്കുക, അതിനു വേണ്ടിയാണ് വരുന്നത്. അവതാരം അധർമ്മികളായ രാജാക്കന്മാരെ കൊല്ലാനാണ്, അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ചിന്താഗതി ഉണ്ടാകണം. ഭേദഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഗുരുവിനെ ഉപാസിക്കണം. 6 താൻ ഉത്തമൻ എന്ന ചിന്തയില്ലാതെ ഞാൻ വലിയ എന്തോ ആണെന്നുള്ള ചിന്ത അങ്ങെടുത്ത് ദൂരെ കളയണം. അസൂയ, ആലസ്യം വെടിഞ്ഞ് അതുകൊണ്ട് ചടഞ്ഞുകൂടിയിരിക്കുകയൊന്നും വേണ്ട. അസൂയ വേണ്ട. മറ്റുള്ളവരെന്തോ കിട്ടുന്ന ലാഭം കൊണ്ടുപോയിക്കണം. ഞാനെന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നു? എനിക്കൊരു ജോലിയുണ്ട്, അത് ചെയ്തു കൊടുക്കുക. ആ ചിന്ത വരുമ്പോൾ തന്നെ മറ്റുള്ളവരെന്ത്. ഇപ്പോൾ ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുകയെന്ന് വെച്ചാൽ കള്ളൻ്റെ റോളാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം വേറെ പോലീസുകാരൻ അവിടെ ഇരുന്നിട്ട് നമുക്ക് അസൂയ തോന്നും. അവൻ്റെ റോൾ അഭിനയിക്കുന്നു, എനിക്ക് കള്ളൻ്റെ റോളാണ്, ഞാൻ ഭംഗിയായിട്ട് അങ്ങ് അഭിനയിച്ചാൽ പോലെ. അല്ല അവൻ പോലീസുകാരോ, അവൻ വലിയ, ഞാൻ കള്ളൻ, അങ്ങനെയൊന്നും പറ്റില്ല. ഇവൻ ഇട്ട് കൊടുക്കാൻ നിലം വെച്ച് നാടകത്തിൽ അഭിനയിച്ചാൽ നമ്മളെ പിടിച്ചെടുത്ത് ദൂരെ കളയും. അതുകൊണ്ട് അസൂയ ഒഴിവാക്കി, ആലസ്യത്തിൽ ഒഴിവാക്കി, മമതയില്ലാതെ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ മമത. ആരോടും പ്രത്യേകിച്ച് മമതയൊന്നും വേണ്ട. എല്ലാം ബ്രഹ്മമാണ്. പട്ടിയായി വരുന്നതും ശ്രീഹരിയാണ്,
ആർത്തവമുള്ള സ്ത്രീയായിട്ട് വരുന്നതും ശ്രീഹരിയാണ്, ചണ്ടാളനായിട്ട് വരുന്നതും ശ്രീഹരിയാണ്, പിച്ചക്കാരനായിട്ട് വരുന്നതും ശ്രീഹരിയാണ്, ബ്രാഹ്മണ വൈശ്യ ശൂദ്രനല്ലായിട്ട് വരുന്നതും ശ്രീഹരിയാണ് എന്ന ഭാവമുണ്ടാകണം. ആ ഭാവം ഉണ്ടാകുമ്പോൾ തന്നെ തൊട്ടുകൂടായ്മയെല്ലാം ഇല്ലാതാകും. മമതയില്ലാതെ, അതുകൊണ്ട് ആരെയോടും മമതക്ക് കാരണമില്ല. ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ മോനാണ്, എന്ത് ഭാര്യ എന്ത് മോൻ, എല്ലാം ബ്രഹ്മം തന്നെയാണ്. കുറച്ച് പാടാണ് ആത്മീയത. അതുകൊണ്ട് ഈ ആത്മീയത പറയുന്ന ആദ്യം നിർത്തുക. നമ്മളൊന്നും ആത്മീയവാദികളല്ല, നമ്മൾ ഭൗതികവാദികളാണ്. സാധാരണ താണ ലെവലുള്ള കുശുമ്പുവല്ലുള്ള ആൾക്കാരാണ് നമ്മൾ. അവിടെ അഹന്ത വെടിയുക. എന്നിട്ട് അപ്പം ശരിക്ക് ആത്മീയതയിലേക്ക് തിരിയുന്നവര്, ഭാഗവതത്തിൽ വിശ്വസിക്കുന്നവര് ഈശ്വരനിലും ഗുരുവിലും അചഞ്ചലമായ ഭക്തിയോടെ, ഭക്തി ആരോടെ വരും? ഈശ്വരനോടും, ഈശ്വരന് സമാനമായ ഗുരു, അതേ മെൻറ്റാലിറ്റിയുള്ള ഗുരുവായിരിക്കണം. ഇന്നത്തെ ഗുരുക്കന്മാര് ആദ്യം തന്നെ എന്തിനാ വേദത്തിലെ ഗുരുക്കന്മാരെ തന്നെ ഏകലവ്യം വന്ന് പഠിപ്പിക്കാൻ, നീ എന്താണ്, നീ ജാതി വേറെ, ഓ ശരിയാവില്ല. ശിവന്റെ അടുത്ത് കർണൻ ചെന്നു, അല്ല പരശുരാമന്റെ അടുത്ത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് പോയത്? പോട്ടെ. അപ്പോൾ ഇന്നത്തെ ഗുരുക്കൻ, പൊതുവെയുള്ള ഗുരുക്കന്മാരുടെ അവസ്ഥയാണത്. ഇനി ഇന്നത്തെ ഗുരുക്കന്മാരാണെങ്കിലും അതേ ചിന്തയെല്ലാം വെച്ച് തന്നെയാണ്. അവരെ മനസ്സിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, സ്ത്രീകളൊന്നും പഠിക്കാൻ പാടില്ല, സ്ത്രീകൾക്കൊന്നും വിദ്യക്കുള്ള അർഹതയില്ല, ആർത്തവ സ്ത്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പാടില്ല, ഇങ്ങനെയുള്ള ചിന്ത വച്ചിട്ടാണ് ഗുരുക്കന്മാരിൽ പലവർക്കുമുള്ള ചിന്ത. അപ്പം അതൊന്നുമില്ലാതെ ഭേദഭാവമില്ലാത്ത ഈശ്വരനെ ഗുരുവായി പോലെയുള്ള ഗുരുവിലും അചഞ്ചലമായ, അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയാൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവുക അവനോട്. അത് തന്നെയാണ് ഈശ്വരഭക്തി. പരബ്രഹ്മത്തെ അറിയുവാനുള്ള കൗതുകത്തോടെ അസൂയാരഹിതനായി വൃഥാ വാചകമടിക്കാതെ ഇരിക്കേണ്ടതാകുന്നു. പരബ്രഹ്മത്തെ അറിയുവാനുള്ള ജ്ഞാനം എന്താണ്? ഗുരുവിലൂടെ നമ്മൾ നേടാൻ പോകുന്നത്, ആഗ്രഹിക്കുന്നത് പരബ്രഹ്മം എന്താണ്, പരബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആ ശക്തി ആരാണ്, എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കൗതുകം വേണം, അസൂയരഹിതനായിരിക്കണം, വൃഥാ വാചകമടിക്കുന്ന സ്വഭാവം നിർത്തണം. ഇതെല്ലാം ഒഴിവാക്കണം. ഇനി 7, ഭാര്യാപുത്രൻ, വീട്, കൃഷി, സ്വബന്ധുക്കൾ എന്നിവയിൽ ഉദാസീനനായി. പിന്നെ അവിടെ തന്നെ എത്തി. ഭാര്യാപുത്രൻ, വീട്, കൃഷി, സ്വബന്ധുക്കൾ എന്നിവയിൽ ഉദാസീനനായി എല്ലാറ്റിലും സമദൃഷ്ടിയോടുകൂടിയിരിക്കണം. തോളഞ്ഞ് ഭാര്യയായാലും ശത്രുവായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാം ഒരേപോലെ അങ്ങ് കണ്ടേക്കുക. അങ്ങനെ ഭാര്യയ്ക്ക് സ്പെഷ്യൽ കൺസിഡറേഷനും ഇല്ല, എല്ലാം ഉദാസീനനായിട്ട്. ഭാര്യ ശരിയാണ്, എന്താ വന്നിരിക്കുന്നത്, ശരി വിട്ടേക്കുക. ഇതെല്ലാം ഭാഗവതം. ഞാൻ എത്ര വട്ടമായി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ വേദവ്യാസനെ എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്? കാരണം ഇതിനെയെല്ലാം വ്യാഖ്യാനിച്ചിട്ട് എവിടെയല്ലോ കൊണ്ടെത്തിക്കുന്ന വേദവ്യാസന് നല്ലവണ്ണം അറിയാം. അപ്പോൾ വേദങ്ങൾ എടുത്ത് എവിടെയെങ്കിലും വായിക്കുമ്പോഴേക്ക് ഇതതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെക്കുകയാണ്.
അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പോൾ സെലക്ട് ചെയ്ത് വെക്കും. സെലക്ട് ചെയ്ത് വായിക്കും. അധ്യായം 12 10 കുഴപ്പമില്ല, 10 ഇന്ന സൂത്രമുണ്ട്, അവിടെ നിന്ന് തുടങ്ങിക്കളയുന്നതെന്ന്. ഇതെല്ലായിടത്തും എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നും വഴിക്ക് തുടങ്ങാൻ പറ്റില്ല. പിന്നെ പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യൊന്നുമില്ല, ഏതെങ്കിലും ഒരു വരി തപ്പിയെടുത്തിട്ട് പിന്നെ നമ്മൾ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വെച്ചിട്ട് അങ്ങ് കയറ്റി അങ്ങ് അടിച്ചിട്ട് ഭാഗവത പ്രഭാഷണം കഴിഞ്ഞു. അല്ലാതെ ഒരധ്യായം ഒരു വഴിക്ക് വായിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നു. ഭാര്യ, പുത്രൻ, വീട്, കൃഷി, സ്വബന്ധുക്കൾ എന്നിവയിൽ ഉദാസീനനായും എല്ലാറ്റിലും സമദൃഷ്ടിയോടും കൂടിയും ഇരിക്കണം. എല്ലാം ബ്രഹ്മമാണ്. സമദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. ഭാര്യയും മക്കളുമായിട്ട് ഒരു വ്യത്യാസമില്ല. ശത്രുവും മിത്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ആർത്തവമുള്ള സ്ത്രീയും ആർത്തവില്ലാത്ത സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാം സമമാണ്. അതിന് വേണ്ടിയേ ഇടക്കിടയ്ക്ക് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് എത്രയോട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെ പറയേണ്ടി വരികയാണ്. എന്തിനെ ഈ ഇടക്കിടക്ക് പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു വരി എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഡൈവേഴ്സ് വേറൊരു തരത്തിലെല്ലാം വ്യാഖ്യാനിച്ചിട്ട് പോകും. എരിക്കുന്നവനും പ്രകാശിക്കുന്നവനുമായി അഗ്നി 8 എരിക്കുന്നവന് കത്തിച്ചു കളയും. പ്രകാശവാഹനുമായ അഗ്നി ദഹനയോഗ്യമായ മരക്കട്ടയേക്കാൾ എങ്ങനെ വേറിട്ടിരിക്കുന്നുവോ അതുപോലെ ആത്മാവ് ദേഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അഗ്നിയും വിറകും തമ്മിൽ വേറിട്ടാണ് നിൽക്കുന്നത്. വിറകിൻ്റെ അകത്ത് അഗ്നിയില്ല. രണ്ടും വിറക് കത്തുമ്പം അഗ്നി എവിടെയുള്ള പുറത്താണുള്ളത്, വിറക് ഇപ്പോഴും. രണ്ട് വേറിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു മരക്കട്ട വെച്ചാൽ മുഴുവൻ തീ കൊടുത്താലും പുറമേ കത്തും, അകത്ത് തീയില്ല. അതുപോലെ ആത്മാവും ശരീരവും വേറിട്ടാണ് നിൽക്കുന്നത്. ആത്മാവാണ് ഞാൻ, ശരീരമല്ല. രണ്ടും ഒന്നായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. രണ്ടും വ്യത്യസ്തമാണ്. പിന്നെ മരക്കട്ടയിൽ പ്രവേശിച്ച അഗ്നി 9. ആ കട്ടയുടെ ഗുണങ്ങൾ അനുസരിച്ച് നാശം, ഉത്ഭവം, ലഘുത്വം, മഹത്വം എന്നീ വിധം പലതായി പരിണമിക്കുന്നു. അഗ്നി ഒരു മരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ മരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അത് പുറത്തേക്ക് വരിക. ചിലപ്പോൾ അടുപ്പിൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും കാണാം. ചില വിറകെല്ലാം കത്തുമ്പോൾ പൊട്ടലും ചീറ്റലും ആയിരിക്കും. ചില അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ വീട്ടിലും 10 വീട്ടിൽ അടുപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഗ്യാസാണ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊങ്കാല ഇടുമ്പോൾ നോക്കിയാൽ മതി. ചിലവരുടെ അടുപ്പിൽ നിന്ന് ഇങ്ങനെ പുകയായിരിക്കും വരിക. ചിലവർ നല്ലോണം കത്തും, ചിലർ പൊട്ടലും ചീറ്റലുമായിട്ടാണ് കത്തുക. അതുകൊണ്ടാണ് കത്തിക്കുന്ന വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് തീയും വിറകും വ്യത്യസ്തമാണ്. എന്നാലും ആ തീ കത്തുന്ന വിറകിനെ അനുസരിച്ചാണത് സ്വഭാവം പ്രകടിപ്പിക്കുക. അതുപോലെ ആത്മാവും ശരീരത്തിൽ ഉൽപ്പത്തി, നാശം എന്നീ ഗുണങ്ങളെ പ്രാപിക്കുന്നു. ശരീരത്തിൽ അത് ചേരുമ്പോൾ ആത്മാവും ഉൽപ്പത്തി, അതിൻ്റെ നാശമെല്ലാം, അതിൻ്റെ ഇടയ്ക്കുള്ള സ്വഭാവങ്ങളെല്ലാം ആ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആത്മാവ് ഒരു സ്ത്രീയുടെ ശരീരമുള്ള ശരീരത്തിലാണ് കയറിയെങ്കിൽ അത് സ്ത്രീയായിട്ട് ആക്ട് ചെയ്യും. ഒരു പുരുഷൻ്റെ ശരീരത്തിൽ കയറിയാൽ അത് പുരുഷനായിട്ട് ആക്ട് ചെയ്യും. ഒരു പട്ടിയുടെ ഇതിൽ കയറിയാൽ അത് പട്ടിയായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ആ ശരീരവുമായിട്ട് ആത്മാവിന് ബന്ധമില്ല. പത്തില് പരമേശ്വരൻ്റെ മായാഗുണത്താൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരം നിർമ്മിക്കപ്പെട്ടു. ആ പരമേശ്വരൻ്റെ മായയാലാണ്
സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മായയിൽ കൂടിയാണത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ, നമ്മളെ സൃഷ്ടിക്ക് പിന്നിലിരിക്കുന്ന ശക്തിയെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ചില ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ രോഗീനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒത്തും പിടിയും കിട്ടില്ല. ഞാൻ നോക്കിയിട്ട് രോഗമൊന്നും കാണുന്നില്ല. പക്ഷേ ഇവർ പറയാം എനിക്ക് ആകെ അങ്ങനത്തെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നം, ഇവിടെ വേന, അവിടെ വേന, മറ്റേ ഇതാകുന്നു. അവർ പോയിട്ട് എക്സ്റേ എടുക്കും, മറ്റേ എടുക്കും, എല്ലാം എടുക്കും. എന്നിട്ട് നോക്കി എല്ലാം ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇവർക്ക് ആകെ പ്രശ്നമാണ്. അതുപോലെ ഈ ബ്രഹ്മമാണ്, ഈശ്വരനാണ് ഉള്ളിൽ കിടന്നിട്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരം നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മപ്രതിഭാസത്തിലൂടെ തന്നെ ജനന മരണാത്മകമായ സംസാരം ഉണ്ടായത്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു. ഈ ലോകത്തെ, നമ്മളെപ്പോലെയുള്ള എല്ലാം കൊണ്ടും ഈ ലോകവും അത് സൃഷ്ടിച്ചു. ഈ സംസാരം എന്ന ലോകം അവിദ്യാകൃതമാകിയാൽ, അവിദ്യയുടെ അടിസ്ഥാനത്തിൽ. എന്താണ് അവിദ്യ? സയൻസ് രണ്ട് തരത്തിലുണ്ട്, പരാസയൻസും അപരാസയൻസും. പരാസയൻസാണ് ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ടത്, സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള. ശാസ്ത്രജ്ഞന്മാർ കളഞ്ഞു കിട്ടിപ്പോയ ആ ഭാഗം. അതിൻ്റെ ശേഷം എനർജിയിൽ നിന്ന് ദ്രവ്യമുണ്ടായി വരുന്ന ആധുനിക സയൻസ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ സയൻസ്. അതാണ് അവിദ്യ. അവിദ്യാകൃതമാകിയാൽ, അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകം അവിദ്യയിൽപ്പെട്ടതാണ്. ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ എന്തു പറ്റും? ആ സംസാരത്തെ ഇല്ലാതാക്കി തീർക്കും. അപ്പം നമ്മൾ ജീവിക്കുന്നത് അവിദ്യ എന്ന സയൻസിലൂടെയാണ്. ഭൗതികവാദികൾ ജീവിക്കുന്നത് അവിദ്യ എന്ന മോഡേൺ സയൻസിലൂടെയാണ്. പക്ഷേ പരാസയൻസ് എന്ന ജ്ഞാനം നേടുമ്പോൾ എന്തു പറ്റും? ആ സംസാരത്തെ ഉല്ലംഘിക്കാൻ കഴിയും. 11:12 ആയതിനാൽ ആത്മജ്ഞാനത്തോടെ, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആത്മജ്ഞാനം നേടി ഈ കാര്യകാരണ ശരീരത്തിൽ, എന്തോ കാര്യകാരണങ്ങളാലാണ് നമ്മൾ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ്. ആ ശക്തി വിശേഷം നമ്മളെ കൊണ്ട് എന്തോ കർമ്മം ചെയ്യിപ്പിക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് അത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാര്യകാരണ ശരീരത്തിൽ സ്ഥിതനായി നിസ്സംഗതയോടെയും ദേഹത്തേക്കാൾ പരമാത്മാവിനെ നല്ല പോലെ അറിഞ്ഞു. അങ്ങനെ നിസ്സംഗതനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ആ പരമാത്മാവിനെ നല്ല പോലെ അറിയാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞത് മായാലോകത്തിൽ നമ്മൾ ആ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കടക്കാൻ പറ്റും. അപ്പം അതിനെന്ത് വേണം? നമ്മളെ ശരീരത്തിൽ സ്ഥിതനായിരിക്കുന്ന ആ ആത്മാവിനെ, പരമാത്മാവിനെ നല്ലപോലെ അറിയുക. ഈ ശരീരം തന്നെ ആത്മാവ് എന്ന ചിന്ത ഉപേക്ഷിക്കണം. ഈ ശരീരമാണ് ഞാൻ അല്ലെ ആത്മാവ് എന്ന ചിന്ത ആദ്യം ഉപേക്ഷിക്കുക. അതിന് ചെയ്യേണ്ടത് എന്തെന്നാൽ, ആചാര്യൻ തന്നെ ആധാരമായ അരണി കടഞ്ഞിട്ടാണല്ലോ തീ ഉണ്ടാക്കുക. ആചാര്യൻ ആധാരമായ അരണിയും ശിക്ഷൻ ആ ഉത്തര അരണിയുമായിട്ടെടുത്തിട്ട് ആ ഗുരു നൽകുന്ന ഉപദേശം അതിൻ്റെ ഇടക്ക് ഉള്ള കട്ടയാവുന്നു. കത്താൻ വേണ്ടിയിട്ടൊരു സാധനം വെക്കുമല്ലോ അതിൻ്റെ ഇടക്ക്, അതാണ് ഉപദേശം. ഇതിൽ നിന്നാണ് വിദ്യ ഉത്ഭവിക്കുന്നത്. അഗ്നി പോലെ സുഖപ്രദമായതായി ഭവിക്കുന്നു.
അതിൽ നിന്നാണ് വിദ്യ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദ്യ ഇതിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത്? അരണി കളഞ്ഞിട്ട് തീ ഉണ്ടാക്കാമെന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്നാണ് ഇത് തീ ഉണ്ടാക്കി വരുന്നത്. അതിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. അത് ഏതിലൂടെയാണ് ഉണ്ടാകുന്നത്? ജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനാരെ ആവശ്യമുണ്ട്? ജ്ഞാനം നേടേണ്ടിക്ക് ഗുരു വേണം, നമ്മൾ വേണം. ഗുരുവിൻ്റെ മേലെ നമ്മൾ കടയണം. അതിനിടക്ക് സഹായകരമായ ഒരു മരം വെക്കണം, തടി വെക്കണം. അപ്പം തീ വരും. അത് ഏത് തത്വപ്രകാരമാണ് വരുന്നത്? സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ തത്വങ്ങൾ ഗ്രഹിക്കേണ്ടത്. 13. ഉത്തമ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട വിശുദ്ധമായ ബുദ്ധിയോടെ സത്വാദി ഗുണങ്ങൾക്ക് കാരണമായ മായയെയും അതിൻ്റെ ഗുണങ്ങളെയും നശിപ്പിക്കുന്നു. അപ്പോൾ ഉത്തമ ഗുരുവിലൂടെ ഉപദേശിക്കപ്പെട്ട വിശുദ്ധമായ ബുദ്ധി. അപ്പം നമുക്ക് ശരിയായ ഗുരുവിനെ കിട്ടിയിട്ട് വേണം, എന്നാലേ നമുക്ക് ഈ ജ്ഞാനം പറഞ്ഞു തരുന്നേയുള്ളൂ. അതിലൂടെ നമ്മൾ എന്ത് വേണം? സത്വാദി ഗുണങ്ങൾക്ക് കാരണമായ മായയെ, ഞാനെന്ന ചിന്തയെ, അതിൻ്റെ ഗുണത്തെയും നശിപ്പിക്കണം. ഗുണത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനെന്ന ചിന്ത ഒരു ഗുണമാണ്. ഈ രൂപമെല്ലാം ഒരു ഗുണമാണ്. എൻ്റെ കണ്ണ്, മൂക്കെല്ലാം ഓരോ പ്രത്യേക ഗുണങ്ങളുള്ളതാണ്. ഈ ചിന്തയെല്ലാം ഇല്ലാതാണ്. എന്നെ പറ്റിയുള്ള ചിന്ത തന്നെ പോകണം. പിന്നെ ആകെ എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. 14, 5, 16. കർമ്മവും അതിൻ്റെ സുഖവും ദുഃഖഫലവും അനുഭവിക്കുന്ന ജീവന്മാർ പലതാണ് എന്ന് വിചാരിക്കുന്നുവോ? പതിനാല് 16 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കർമ്മവും അതിൻ്റെ സുഖ ദുഃഖ ഫലങ്ങളും അനുഭവിക്കുന്ന ജീവന്മാർ പലതാണെന്ന് ചിന്തിക്കുന്നുവോ? അപ്പം എനിക്കിപ്പം കഷ്ടപ്പാട്, ഫലവും സുഖവും ദുഃഖവും എല്ലാം. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. അവൻ എത്ര സുഖമായിട്ടാണ് ജീവിക്കുന്നത്, അവൻ ചിരിച്ച് കളിച്ച് നടക്കുന്നു. അടുത്ത വീട്ടുകാരെ നോക്കിയിട്ടായിരിക്കും, അവരെ കാര്യമാണ് എത്ര സുഖമാണ്, ഞാനിവിടെ കഷ്ടപ്പെട്ടിടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കും. അവനെന്തോ വേറെയാണ്, ഞാനെന്തോ വേറെയാണ്. ഈ തരത്തിലുള്ള ചിന്തകൾ ജീവന്മാർ പലതാണെന്ന് വിചാരിക്കും. അവൻ, ഞാൻ, ഈ തരത്തിലുള്ള ചിന്ത പലതാണെന്ന് ചിന്തിക്കരുത്. എല്ലാം ബ്രഹ്മമായിട്ട് കാണുക. ഒരാൾ അവരവരുടെ ധർമ്മം ചെയ്യുന്നു. ലോകസുഖം, അതിൻ്റെ ഉപായമായ കർമ്മം, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, ലോകത്തിലെ സുഖം, ആ സുഖം നേടാനുള്ള വഴികൾ പലവരും ഉപദേശിച്ചു തരും. സുഖം നേടാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയെല്ലാം ചെയ്യണം, ഇന്നയെല്ലാം പ്രവർത്തിക്കണം, രാവിലെ എണീച്ചിട്ട് ഇന്ന ചെയ്യണം, ദൈവത്തെ ഫോട്ടോത്തിൻ്റെ മുമ്പിൽ പോയിട്ട് തൊഴണം, എന്നിട്ട് വൈകുന്നേരം സന്ധ്യാനാമം ജപിക്കണം. ഇങ്ങനെയെല്ലാം കുറേ ഉപദേശങ്ങൾ തരും. എന്തിന്? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. ലോകസുഖം, അതിൻ്റെ ഉപായമായ കർമ്മം. പലവരും പറഞ്ഞു ഇങ്ങനെ ചെയ്യണം കേട്ടോ, ജീവിതത്തിൽ പരമസുഖമായിരിക്കും ജീവിതം. ഈ പറയുന്നവൻ്റെ കുടുംബം ജീവിതം തന്നെ തുലഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട പിന്നെ കുറേ ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രത്തിലാണ് ഒരു രക്ഷയില്ലാതെ. വീട്ടിൽ ദാരിദ്ര്യം ചേരും. എന്ത് വേണം? മുറിൻ്റെ നീളം ഇത്രയായിരിക്കണം, ഇത്ര വീതിയായിരിക്കണം. കന്നിമൂലയിൽ കക്കൂസ് ഉണ്ടായ ആകെ പോയ ആ വീട്ടിൻ്റെ കാര്യം പോയ പോക്കാം. കന്നിമൂലയിൽ കക്കൂസ്. പിന്നെ വീട്ടിൻ്റെ മുമ്പ് തന്നെ എന്താ ഉള്ളത്? ആ ഒരു ഓടയുണ്ട്. എന്നാൽ പോയി റിഫ്ലക്ഷൻ, ബാഡ് എനർജി. എന്തോന്ന് എനർജിയാണ്? നെഗറ്റീവ് എനർജി ഇങ്ങോട്ടേക്ക് വരും. കക്കൂസല്ല അവിടെ മുമ്പിൽ ഒരു ഓടയുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി വരും. ആ ഓടേൻ്റെ നെഗറ്റീവ് എനർജി വെക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇന്നത് മുമ്പിൽ ഇന്ന ബിംബം എടുത്ത് വെച്ചാണ്. അപ്പം ആ ബിംബം ആ എനർജീനെ അബ്സോർബ് ചെയ്യും. വീട്ടിൽ ഭാഗത്ത് മരമുണ്ടെങ്കിൽ ആ മരം പാടില്ല, അവിടെ പുളിയ. ആ ഭാഗത്ത് പുളി പാടില്ല. പുളി വന്നു കഴിഞ്ഞാൽ എല്ലാം തൊലഞ്ഞു. ഇങ്ങനെ കുറേ ഉഭയകർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം,
മുതലായവ നിത്യമെന്ന് ധരിക്കുന്നുവോ, അതെല്ലാം ശരിയാണ് എന്ന് ധരിക്കുന്നുവോ, ചന്ദനം മുതലായ വസ്തുക്കൾ സ്ഥിരമായി ധരിക്കുന്നുവോ, സ്ഥിരമാണെന്ന് ധരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള വസ്തു ഇതെല്ലാം സ്ഥിരമായ വസ്തുക്കളാണ് എന്ന് ധരിക്കും. ഒന്നും സ്ഥിരമല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവയുടെ രൂപവ്യത്യാസങ്ങൾ സത്യമെന്ന് വിചാരിക്കുന്നു. ഈ രൂപവ്യത്യാസങ്ങൾ ശരിയാണ്. ആ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ആ ഒരു പ്രതിമക്ക് ഒരു ഭാഗത്തിങ്ങനെ മൂർച്ചയുണ്ട്, കൂർത്ത് കിടക്കുകയാണ്. അത് കൂർത്ത് കിടക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് തറച്ച് കയറിയിട്ട് നിങ്ങളുടെ രോഗത്തിനെല്ലാം കാരണം. അതുകൊണ്ട് ആ മൂല പാടില്ല, മൂല റൗണ്ട് ചെയ്ത് കളയണം. വീട്ടിൻ്റെ അകത്ത് ഷാർപ്പുള്ള കത്തിമാരിയുള്ള രൂപം, ഇപ്പം മേശയുണ്ടെങ്കിൽ കസേലയുണ്ടെങ്കിൽ വക്കുന്നു ഇങ്ങനെ ഷാർപ്പാകാൻ പാടില്ല. ഒരു ചുമരുമ്മിൽ ഒരു പണ്ടത്തെ വാള് വെച്ചിട്ട് അതിൻ്റെ ഷാർപ്പുണ്ടല്ലോ, അത് കുടുംബ കലഹമുണ്ടാക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വക്കുന്നത് ചെയ്താണ് ഉരുത്തിക്കളയണം. ഇങ്ങനെ രൂപവ്യത്യാസങ്ങൾ, രൂപം ഏറ്റവും വാസ്തുശാസ്ത്രക്കാർ ഈ രൂപം നോക്കിയിട്ടാണ്. വീട്ടിൽ ആ രൂപം ശരിയാവില്ല കേട്ടോ, അതെടുത്ത് മാറ്റണം, അങ്ങനത്തെ രൂപം പാടില്ല. അതാണ് ഈ പ്രശ്നത്തിൻ്റെ, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാര്യം മുഴുവൻ ഈ രൂപമാണ്. സത്യമെന്ന് വിചാരിക്കുന്നുവോ, അപ്രകാരം തോന്നുന്നത് ദേഹസംബന്ധിയായതിന്. ഇതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിന്തിക്കുന്നത്. ആത്മാവിന് ഇതൊന്നും ഒരു കാര്യമേ അല്ല. അർത്ഥമുള്ള സ്ത്രീകളാണെങ്കിൽ പിന്നെ ശബരിമലയിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഭക്തിയെല്ലാം ചെയ്തോളണം. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആകെ ദേവന് പ്രശ്നമാണ്. ദേവനാകെ മലിനമായി പോകും, ദേവൻ മലിനമാവുക. ആയതിനാൽ അവർക്കെന്ത് പറ്റും? ജനനം മുതലായ കാലത്തോടൊപ്പം ഉണ്ടാകും. ജനനവും മരണവും ഇങ്ങനെ ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച് കഷ്ടപ്പെട്ടിട്ട് പോയിക്കൊള്ളാം. ബ്രഹ്മസാക്ഷാത്കാരം ആത്മീയതയൊന്നും ഇവർക്ക് പറഞ്ഞതേ അല്ല. ഇനി 17 പറയുകയാണ്, സിദ്ധാന്തങ്ങളിലെല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നവനും നല്ല ആദർശത്തിലെല്ലാം ജീവിക്കുന്നവനും. ചിലവർ പറയും ഞാൻ ഓരോ ആദർശ ജീവിയാണ്, ഞാനെല്ലാം ചെയ്യുന്നതെല്ലാം വളരെ മിലിറ്ററിയിൽ നിന്നെല്ലാം വന്ന ചിലവരാണ് അങ്ങനെയെല്ലാം പറയുക. കാരണം ഞാൻ ചിട്ടയോടുകൂടി ജീവിക്കുന്നതാണ്. അവർക്കും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ വലിയ ചിട്ടയോടെല്ലാം ജീവിക്കുന്നവർക്കും സുഖവും ദുഃഖവും കഷ്ടപ്പെടും. എന്നിട്ട് പിന്നെ പലരും ഞാനിങ്ങനെ മാന്യതായിട്ടെല്ലാം ജീവിച്ചിട്ട് എന്താ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു, അവരും കഷ്ടം അനുഭവിക്കുന്നു. പിന്നെ കാലത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് സുഖം കിട്ടാൻ പോകുന്നത്? ഇതൊന്നും ശ്രദ്ധിക്കാതെ കാലം പോകുന്ന പോക്കുമാന് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് സുഖം കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. കർമാനുഷ്ഠങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം ദേഹികൾക്ക് സുഖം ലഭിക്കില്ല. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളെപ്പറ്റി അറിഞ്ഞതുകൊണ്ട്, നല്ല ജ്ഞാനമുണ്ടായതുകൊണ്ട് മാത്രം ദേഹികൾക്ക് സുഖം കിട്ടില്ല. അതുപോലെ ഈ വിധം അറിയാത്ത മൂഢന്മാർക്കും ദുഃഖവും ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇതൊന്നും അറിയാതെ മണ്ടന്മാരുണ്ടാവും. ആ മണ്ടന്മാർക്ക് ചിലപ്പോൾ ദുഃഖവും ഉണ്ടാവില്ല. എല്ലാം അറിഞ്ഞ് നടക്കുന്നവർക്ക് സുഖം കിട്ടിയില്ല എന്ന് വരും. ഒന്നും ചിന്തിക്കാതെ മൂഢന്മാരായി നടക്കുന്നവർക്ക് വലിയ ദുഃഖവും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നവർക്ക് വൃഥാവുള്ള അഹങ്കാരം ഉണ്ടാകുന്നു എന്ന് മാത്രം. അവർക്കാകെ ഒരു അഹങ്കാരം മാത്രമാണ് ഉണ്ടാകുന്നത്. വേറെ അതിനെക്കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. ഞാൻ വലിയ എല്ലാ നിയമത്തിനടിച്ച് എല്ലാം നോക്കി കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നവർക്ക് സുഖം ദുഃഖം ഉണ്ടാകും. അതേസമയം ഇതൊന്നും ഇല്ലാതെ തോന്നുന്ന വഴി നടക്കുന്നവന് ദുഃഖം, ഇവർക്ക്
എല്ലാ ചിട്ടയോടും കൂടി നടക്കുന്നവന് ദുഃഖമുണ്ടാകും. അതേസമയം ഒന്നുമില്ലാതെ തോന്നിയ പോലെ നടക്കുന്നവന് ദുഃഖം ഉണ്ടായെന്നും വരില്ല. അതുകൊണ്ട് ആകെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഞാൻ കർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന ചിന്തയോടുകൂടി നടക്കുന്നവർക്ക് വൃഥ അഹങ്കാരം ഉണ്ടാകുന്നു എന്ന് മാത്രം. അവർക്ക് ഞാനിങ്ങനെയല്ലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടാകുന്നു എന്നതിൽ കഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല. കാരണം നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം ആ ശക്തിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെ ജീവിച്ചാലും സംഗതി ഒന്ന് തന്നെ. പിന്നെ നമുക്കൊരു അഹങ്കാരം ഉണ്ടാകും, ഞാനിങ്ങനെയല്ലേ ജീവിക്കുള്ളൂ, ഞാൻ ഭയങ്കര ചിട്ടയിലുള്ള ജീവിതമാണ്, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ടയാണ്. ഇതെല്ലാം അഹങ്കരിച്ച് നടക്കാം, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നും ഇല്ല. 19 സുഖം അനുഭവിക്കുവാനുള്ള ഉപായവും. ചിലവർ പറയും സുഖം ഉണ്ടാകണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ജീവിക്കണം കേട്ടോ. അയാൾക്ക് സുഖം അനുഭവിക്കാനുള്ള ഉപായങ്ങൾ അറിയാം. പല നമ്മളെ ഈ യൂട്യൂബിൽ തന്നെ ചിലവരെല്ലാം ഇടുന്ന കാണാം, ജീവിത വിജയത്തിന് ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ മതി, ജീവിത വിജയം, ഞാൻ ഇങ്ങനെയെല്ലാം ജീവിക്കണം, കുറേ നിർദ്ദേശങ്ങൾ വെക്കും. എന്നിട്ട് പിന്നെ ദുഃഖം പരിഹരിക്കാനുള്ള ഉപായം, നിങ്ങളെ കഷ്ടപ്പെട്ടെല്ലാം തീരണ്ടിക്കൽ ഇതാ ഇങ്ങനെ ഉപായങ്ങൾ. അവർ ഉപദേശിക്കുന്നവർ സുഖം കിട്ടാൻ ഇന്നെല്ലാം ചെയ്യണം, ദുഃഖം ഇല്ലാതാക്കാൻ ഇന്നെല്ലാം ചെയ്താൽ മതി, ഉപായങ്ങളെല്ലാം ഇഷ്ടംമാതിരി പറഞ്ഞു തരും. ചിലർ അറിയുന്നുവെങ്കിൽ അവർക്ക് ഏതുപയോഗത്താൽ മരണത്തെ മറികടക്കാമെന്ന് അറിയുന്നില്ല. എന്നാൽ മരണത്തെ മറികടക്കാനുള്ള ഉപായം അവർക്കും അറിയില്ല. മരണത്തെ എങ്ങനെ മറികടക്കാം അത് അവർക്കറിയില്ല. മരണത്തെ എങ്ങനെ മറികടക്കുക? മരണത്തെ മറികടക്കാനുള്ള ഒരു മൃത്യുഞ്ജയ മന്ത്രമുണ്ട് വേദത്തിൽ. അതായത് ഈ ഭൂമിയുടെ പരിധി വിട്ട് സൂര്യൻ്റെ പരിധി വിട്ട് അങ്ങ് പുറത്തേക്ക് പോവുക, മൃത്യുഞ്ജയ മന്ത്രം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനനമില്ല മരണമില്ല. ആ ഒരൊറ്റ വയസ്സിൽ 30 വയസ്സാണെങ്കിൽ അതുപോലെ അടക്കിടന്നു. അതാണ് മൃത്യുഞ്ജയ മന്ത്രം. അതും ചിലവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാതാക്കാനാണെന്ന്. മൃത്യു എന്ന് പറയുന്നത് ഭയമായിട്ട് എങ്ങനെയാണ് മാറുന്നത്? മൃത്യുഞ്ജയ മന്ത്രം എന്താണ്? അത് ഭയം ഇല്ലാതാക്കാനുള്ള മന്ത്രമാണ്. ഭയം, രോഗമെല്ലാം മാറ്റാനുള്ള മന്ത്രമാണ്. മൃത്യു എന്ന് പറഞ്ഞാൽ മൃത്യു ഇല്ലാതാക്കലാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാം മൃത്യു ഇല്ലാതാക്കലാണെന്ന് പറഞ്ഞാൽ എന്നാൽ ഗുരുവിനൊപ്പം ഈ പറയുന്ന ഗുരുവോട് അപ്പം സാറിന് ഇനിയിപ്പം മരണമൊന്നും ഉണ്ടാവില്ല അല്ലേ, അതുകൊണ്ട് അതിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്തു. മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് ദുരിതം എല്ലാം തീർക്കാനുള്ള മന്ത്രം. അതിന് ഇത്രയാണ് ഫീസ്. വെടിക്ക് വീട്ടിൽ വന്നും നടത്തിത്തരാം. സംഗതി എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ മന്ത്രം തന്നാൽ സൂര്യൻ്റെ പരിധി വിട്ടപ്പുറം പോയി കഴിഞ്ഞാൽ 30 വയസ്സാണെങ്കിൽ അതുപോലെ അവിടെ കിടക്കും. ഇത്രയേ അർത്ഥമുള്ളൂ. അതിന് വേറെ വഴിപാട് പൂജ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അപ്പം മരണത്തെ മറികടക്കുന്ന അതാണ്. ആ വഴി ഇവർക്കറിയില്ല, ഈ ഉപദേശിക്കുന്നവർക്ക് അതറിയില്ല. അത് ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല. ഇവിടെ മറികടക്കേണ്ട വിദ്യ എന്ന് പറഞ്ഞാൽ ശരിയായ ഇതെല്ലാം ഉപദേശിക്കുന്ന ആരാണ്? ആത്മീയവാദികളാണ് ഉപദേശിക്കുക, പലതരം ഉപദേശങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ മൃത്യുവിനെ മറികടക്കേണ്ട വഴി ഏതാണ്? ഭാര്യനെയും മക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, വീടെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് നേരെ ബ്രഹ്മമേ ശരണം എന്ന് പോയി കഴിഞ്ഞ് ബ്രഹ്മത്തിലേക്ക് കഴിഞ്ഞാൽ പിന്നെ മൃത്യുവില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാർക്കറിയില്ല, ഇവർക്കറിയില്ല. യഥാർത്ഥത്തിൽ ആത്മീയത എന്താണെന്ന് ഇവർക്കറിയില്ല. ഇവരാണ് ഉപദേശിക്കുന്നത് ആത്മീയത്തിൽ. പ്രശ്നത്തിൽ രോഗമാണ്, ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാടൊക്കെ നടത്താവായി, ഇന്ന രോഗമാണ്, അതിന് ഇവിടെ പോകണം കേട്ടോ, ഇപ്പുറം പോയാൽ അപ്പുറം പോകണം, ആ ദൈവമാണ് ഭയങ്കരമാണ്. പിന്നെ ശത്രുവാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അവർ പിന്നെ മറ്റേ ഇതും എടുത്തിട്ട് അങ്ങ് ഇറങ്ങും. നിങ്ങൾ വഴിപാട് നടത്തിയവർ പോയിട്ട് ശത്രുവിനെ കൊന്നിട്ട് വന്നു. ഇതെല്ലാണ് ആത്മീയം പറഞ്ഞു വരുന്നത്. എന്നാലോ മൃത്യുവിനെ മറികടക്കേണ്ട ഈ വഴിയെപ്പറ്റി അവർക്കൊരു ചുക്കും അറിയില്ല. ആരാണിത് പറയുന്നത്?
ഭാഗവതം. ഈ ദേഹത്തിലെ ദേഹിയെ ഏക ഭോഗവസ്തു അല്ലെങ്കിൽ ശാസ്ത്രാദികൾ സന്തോഷിപ്പിക്കുന്ന ചോദ്യമാണ്. ഏത് ശാസ്ത്രമാണ് ഈ ദേഹിയെ, ഏത് ഭോഗവസ്തുവാണ് സന്തോഷിപ്പിക്കുന്നത്? ഏത് ശബ്ദാദികളാണ് സന്തോഷിപ്പിക്കുന്നത്? ഒരു ഭോഗവസ്തുവിനും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. കേൾക്കുന്ന ഒന്നിനും ശബ്ദാദികൾ, പാട്ടുകൾ കേട്ട് കഴിഞ്ഞാലൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. സന്തോഷിച്ചിരിക്കുന്നവർക്ക്, നല്ല സമയം ഇരിക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുന്നവർക്ക് ഈ പാട്ട് കേൾക്കാൻ സുഖമാണ്. നമ്മളെ സമയം നല്ലതാണെങ്കിൽ നമ്മൾ സന്തോഷിക്കും, പാട്ടും കേട്ടിരിക്കും. ഒരുത്തൻ്റെ സമയം മോശമാണെങ്കിൽ പാട്ട് വെക്കുമ്പം വീട്ടിൽ നിന്ന് അവൻ പറയും, ഒന്ന് അത് കൂട്ടുമോ, എനിക്ക് തലക്ക് ഭ്രാന്തടിക്കുന്നു എന്ന് പറയും. ഇവൻ സന്തോഷിക്കുകയാണ്, കാരണം ഇവൻ്റെ സമയം നല്ലതാണ്, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ഇവൻ്റെ സമയം മോശമാണ്, ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ ആകെ തലക്ക് ഭ്രാന്തടിക്കും. അപ്പം വീട്ടിൽ തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഒരാൾ പാട്ട് കേൾക്കുമ്പോൾ മറ്റവർക്ക് അവിടെ കിടന്നിട്ട് എരിപിരി കൊള്ളും. അവൻ അങ്ങനെ ശ്രമിച്ചു, എനിക്കാണെങ്കിൽ ഇവിടെ തലക്ക് വട്ടടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ശബ്ദങ്ങളൊന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്. നമ്മളെ സമയം നല്ലതാണെങ്കിൽ സന്തോഷിക്കും, മോശ സമയമാണെങ്കിൽ. അതുകൊണ്ട് ഇതൊന്നും വസ്തുക്കളൊന്നും സന്തോഷം നൽകില്ല. പിന്നെ വേറൊന്നും പറയുകയാണ്, പ്രത്യേകിച്ച് അരികത്തുള്ള മരണം നമ്മളെ അതിലേക്ക് നയിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളെ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം ഓർക്കുന്നവന് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? കാരണം നമ്മളെല്ലാം മരണത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചേ പറ്റൂ. അപ്പോൾ മരണത്തോടടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ സന്തോഷിക്കുക? അതിനൊരു ഉദാഹരണം പറയുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ എന്തെങ്കിലും സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവന് തൃപ്തി കിട്ടും. അവനെ വധിക്കാൻ വിധിച്ചിരിക്കുകയാണ്. നിനക്ക് നല്ല ഭക്ഷണം വേണം, എന്തൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു തന്നു പറഞ്ഞാൽ അവന് ആഗ്രഹം വരുമോ? തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്താ ആഗ്രഹമുള്ള, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, സാധിപ്പിച്ചേരെ? അവനെന്താ പറയുക? എനിക്കൊരാഗ്രഹമില്ല, കാരണം തൂക്കിപ്പോകാൻ പോകുമ്പോൾ ഇത് കൂടെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ മരണത്തോടടുക്കുന്നവർക്ക്, അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? മരണത്തെ മറികടക്കാം. മരണത്തെ മറികടക്കാൻ എന്താണ് വഴി? എല്ലാം ഉപേക്ഷിച്ചിട്ട്, വസ്ത്രമടക്കം ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക, ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ മരണത്തെ മറികടക്കുക, അതാണ് ശാശ്വതമായ വഴി. ഇനി 21 ഇനി 21 ഇവിടെ ലഭിക്കുന്ന സുഖം തന്നെ, നമുക്കൊരു സുഖം കിട്ടിയെന്ന് വെച്ചാൽ, എന്തോ ഒരു കാര്യം കേട്ടപ്പോൾ നല്ല സുഖം. ഇവിടെ ലഭിക്കുന്ന സുഖം തന്നെ നമുക്കൊരു സുഖം, എന്തോ കാര്യത്തിൽ ഒരു സുഖം തോന്നി. ചെവിയിൽ കേട്ട അന്യരുടെ സുഖത്തിലുള്ള അസൂയയാൽ ഇല്ലാതാകുന്നു. അങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ ചെവിയിൽ വേറൊരു ശബ്ദം കേൾക്കുകയാണ്. അടുത്ത വീട്ടിലുള്ള നമ്മളുടെ ഇന്നാളുണ്ടല്ലോ, അയാൾക്ക് ഇന്നത് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അസൂയ, അയ്യടാ അവനത് കിട്ടിയ പിന്നെ ഈ സുഖം ഇല്ലാതെ നമുക്കൊരു സുഖിച്ചിട്ട് എന്തോ കിട്ടിയതുകൊണ്ടുള്ള ആ ഒരു സംതൃപ്തിയിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലുള്ള ഒരുത്തനെന്തോ സുഖം കിട്ടിയെന്ന് കേൾക്കുമ്പോഴുള്ള അസൂയ മുത്തിട്ട് ഈ സുഖമില്ലാതെയാണ്. അന്യവസ്തുവിൻ്റെ ശ്രേഷ്ഠത കണ്ട് അടുത്ത വീട്ടിലുള്ള ഒരാളുടെ വസ്തുവിൻ്റെ ഇപ്പം സ്ത്രീകൾക്കൊരു സാരി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അടുത്ത വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, അതിനെക്കാട്ടി നല്ല വസ്ത്രം ധരിച്ചിട്ട് അത് ലഭിക്കാത്തതിലുള്ള ദുഃഖം അനുഭവപ്പെടുന്നു. അപ്പം നമുക്കൊന്ന് കിട്ടി, ആ കിട്ടിയ അടുത്ത വേറൊരു വസ്തു വേറെ ഒന്നും ഇരിക്കുന്നുണ്ട് ഇതിനെക്കാട്ടി നല്ലത്, അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഇതിൻ്റെ ഗുണം ഇല്ലാതെയാകുന്നു. കൃഷി പോലെ, ഇനി വേറൊരു ഉദാഹരണം, കൃഷി പോലെ മറ്റു പല പ്രവേശങ്ങളാലും ലഭിച്ച സുഖത്തെ അപ്രയോജനമായി ഭവിക്കുന്നു. കൃഷിസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കൃഷി നല്ലോണം ഉണ്ടാവും,
അപ്പോഴേക്കായിരിക്കും വേറെ വല്ല രോഗങ്ങൾ വരുന്ന, കുറച്ചെല്ലാം വെള്ളത്തിൽ അടിഞ്ഞു പോകുന്നു. അപ്പോഴേക്കും നമ്മൾ ആകെ വിഷമത്തിലായി. എന്തായാലും കൃഷി നല്ലതായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു കുറച്ച് മൂലക്ക് എന്തോ അരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, നശിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് ഒരു മൂല പോയിരിക്കുകയാണ്. അത് പോയില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് മുഴുവൻ കിട്ടില്ല എന്ന് പിന്നെ ആകെ മനക്ലേശമാണ്. എന്നാലും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി വലിയ കൃഷിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മറ്റ് പല ക്ലേശങ്ങളും ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖം തോന്നില്ല. കാരണം അതിൻ്റെ അപ്പുറം വേറെ പല വിഷയങ്ങളിലും പല ക്ലേശങ്ങളും അനുഭവിക്കുകയാണ്. ധർമ്മം വിഘ്നങ്ങളൊന്നും കൂടാതെ അനുഷ്ഠിക്കുക വഴി ലഭിച്ച സ്വർഗവും എങ്ങനെ നശിക്കുന്നുവെന്ന് കേട്ടുകൊള്ളുക. നല്ല ധർമ്മമെല്ലാം നമ്മൾ കൃത്യനിലയിൽ ധർമ്മമെല്ലാം അനുഷ്ഠിച്ചിട്ട് നമുക്ക് സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കും. ഇതെല്ലാം സ്വർഗമൊന്നുമില്ല, സ്വർഗവും നരകമെല്ലാം ഇവിടെ തന്നെയാണ്. എന്നാലും കഥയിലൂടെ പറയുമ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയുന്നതായിട്ട് കണ്ടാൽ മതി. നമ്മളെല്ലാ കർമ്മങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് നമുക്ക് സ്വർഗം കിട്ടി. അങ്ങ് സ്വർഗത്തിലേക്ക് പോയാൽ അതെങ്ങനെ നശിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് നമുക്ക്. എങ്ങനെയാണെന്ന് നോക്കാം. യാഗം നടത്തുന്നവൻ ഇന്ദ്രിയാദി ദേവതകളെ പൂജിച്ച് തൃപ്തിപ്പെടുത്തി സ്വർഗം പോകുന്നു. ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവിടെ സ്വകർമ്മം കൊണ്ട് സമ്പാദിച്ച ദിവ്യഭോഗങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ദിവ്യമായ സുഖങ്ങളെല്ലാം അവിടെ കിട്ടും, ഭോഗസുഖങ്ങൾ. നീ നല്ല കർമ്മമെല്ലാം ചെയ്തിരിക്കുന്നത്, വാ ഇങ്ങോട്ട് പോരി, എനിക്കെല്ലാ ഭോഗസുഖവും തരാവുന്ന സ്വർഗത്തിലെത്തിയാണ്. നിന്റെ പുണ്യത്താൽ സകല ഭോഗങ്ങളും നിറഞ്ഞ ശ്രേഷ്ഠമായ വിമാനത്തിൽ അപ്സരസ്ത്രീകളുടെ നടുവിൽ അവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന വേഷങ്ങൾ അണിഞ്ഞ് വിഹരിക്കുമ്പോൾ ഗന്ധർവന്മാർ പ്രശംസിക്കും. അപ്പോൾ അവിടെ പുണ്യലോകത്തിലെത്തുമ്പോൾ നല്ലൊരു വിമാനത്തിൽ സകല ഭോഗങ്ങളും വസ്തുക്കളും എല്ലാം വിമാനത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്നുണ്ട് അപ്സര സ്ത്രീകളെല്ലാം ഉണ്ട്, ചുറ്റും സ്ത്രീകൾ, അപ്സര സ്ത്രീകളെല്ലാം അതിൻ്റെ നടുവിലാണ് ഇരിക്കുന്നത്. എങ്ങനെ നല്ല അവരെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ദിവ്യമായ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? ഗന്ധർവന്മാരെല്ലാം അടുത്തിരുന്നിട്ട് പ്രശംസിക്കുമോ, നിന്നെ സ്വീകരിക്കും. ഗന്ധർവന്മാർ അടുത്തിരുന്നിട്ട് പറയുമോ, അവൻ്റെ ഒരു സ്വർഗം, അവൻ്റെ ഒരു നല്ല അവസ്ഥ. ആ വിമാനത്തിൽ ദിവ്യോദ്യാനങ്ങളിൽ സ്ത്രീകളോടുകൂടി, എന്നിട്ട് ആ വിമാനത്തിൽ തന്നെ ദിവ്യമായ ഉദ്യാനങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ സ്ത്രീകളോടുകൂടി ക്രീഡിച്ചുകൊണ്ട് ആനന്ദം സിദ്ധിച്ചവർ അവിടെ നിന്നും ഉളവാകാൻ പോകുന്ന പതനത്തെ അറിയുന്നില്ല. ഇതെല്ലാം അങ്ങനെ ഉദ്യാനങ്ങളെല്ലാം സ്ത്രീകളുമായിട്ട് അങ്ങനെ സുഖിച്ച് നടക്കുമ്പോൾ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന പതനത്തെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് പതനം? എത്രത്തോളം പുണ്യമുണ്ടായിരുന്നുവോ അതുപോലെ സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കും. ഉള്ള പുണ്യം തീർന്നത് വരെ സ്വർഗത്തിൽ സുഖം അനുഭവിക്കും. പുണ്യം തീർന്ന ഉടനെ 26 പടിയാണ്. താൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും കാലത്തിൽപ്പെട്ട് ചുവട്ടിൽ വീഴുന്നു. അവിടെ നരകത്തിലേക്ക് നേരെ പതിക്കുന്നു. അവൻ്റെ പുണ്യം തീരുമ്പോൾ ചെയ്ത പുണ്യം കൊണ്ടല്ലേ അവിടെ പോയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നേരെ നരകത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോയേ പറ്റും. 27, 28 ഇത് പുണ്യം ചെയ്തവരുടെ കാര്യം. ഇനി നേരെ മറിച്ച ആൾക്കാരുണ്ടല്ലോ, ദുഷ്ടന്മാർ, അവരുടെ കാര്യം പറയുകയാണ് 27, 28. അഥവാ ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിലൂടെ, ദുഷ്ടന്മാരുമായിട്ടായിരിക്കും എപ്പോഴും കൂട്ടുകെട്ട്, അധർമാസക്തരായി അധർമ്മ ചിന്തകളേ ഉള്ളൂ, ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ, അവനവൻ്റെ ആഗ്രഹങ്ങളെ ഒന്നും നിയന്ത്രിക്കാതെ, ഭോഗവിഷയങ്ങളിൽ വ്യാപൃതനായി സുഖിച്ചു നടക്കാനുള്ള താല്പര്യത്തോടെ, അതിലൂടെ ദൈന്യനായി, എപ്പോഴും ദൈന്യത തന്നെയായിരിക്കും,
സുഖാനുഭവ ആശ കാരണം വ്യാകുലനായി, സുഖം കിട്ടുന്നില്ലല്ലോ, കിട്ടിയത് പോരാലോ പോരാലോ എന്നുള്ള ആ വ്യാകുലനായി, സ്ത്രീവിഷയ ലോലനായി, സ്ത്രീകളിൽ എല്ലാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമല്ലോ, പശുക്കളെയെല്ലാം വധിച്ച് കൊന്ന് പ്രേതപിശാചുക്കളെ ആരാധിച്ച്, പശുക്കളെയെല്ലാം കൊന്നിട്ടാണ് പ്രേതപിശാചുക്കളെ ആരാധിക്കുക, ബലി നൽകുക. പ്രേതപിശാചുക്കളെയെല്ലാം അമ്പലം ഉണ്ടാക്കിയിട്ട് ബലി നൽകും, അവരെ തൃപ്തിപ്പെടുത്താൻ. നല്ല ദേവതയൊന്നും വിഷ്ണുവിനൊന്നും വേണ്ട. പ്രേതപിശാചുക്കൾ എന്തെങ്കിലും ഉണ്ട്, കുട്ടിച്ചാത്തനോ ഭദ്രകാളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പശുവിനെയെല്ലാം ബലി നൽകി ഒടുവിൽ വിവശനായി എവിടെ പതിക്കും? നരകത്തിൽ പതിക്കുന്നു. ഒന്നിനൊന്ന് ദുഃഖപ്രദമായ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾ മൂലം വീണ്ടും ജനിക്കുകയും അതിലും കർമ്മം ചെയ്ത് മരണത്തെ അഭിമുഖീകരിച്ച് നീങ്ങുന്ന മനുഷ്യന് സുഖമെവിടെ? അപ്പം ഇങ്ങനെ മോശം കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് മരിക്കും, പിന്നെ ജനന മരണമുണ്ട്, പിന്നെയും ജനിക്കും, പിന്നെയും ഈ ദോഷകർമ്മങ്ങളെല്ലാം ചെയ്യും, പിന്നെയും മരിക്കും. ഇങ്ങനെ ജനിച്ച് മരിച്ച് നടക്കുന്നവന് എവിടെയാ സുഖം കിട്ടാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് ഒഴിവാക്കാനുള്ള ഒറ്റ വഴി എന്താണ്? എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട്, ഭാര്യ മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് നേരെ അങ്ങ് പോയിക്കോളുക. ബ്രാഹ്മണനെ പോലെ, പിശാചിനെ പോലെ ബ്രഹ്മത്തിലേക്ക്. കൽപ്പകാലം വരെ ജീവിച്ചിരിക്കുന്ന ലോകപാലർക്ക് എന്നെ ഭയമാണ്. കൽപ്പകാലം വരെ, അതായത് പ്രളയം നടക്കുന്ന സമയം വരെ ജീവിച്ചിരിക്കുന്ന ലോകപാലകർക്കും എന്നെ ഭയമാണ്. ലോകപാലകർ ആരെല്ലാണ്? ലോകത്തെ പാലിക്കുന്നവര്. ഇന്ദ്രനായാലും ബ്രഹ്മാവായാലും ശിവനായാലും എല്ലാം എന്നെ ഭയമാണെന്ന് പറയുകയാണ്. ആരെ? കാരണം അവരെല്ലാം ഇവരുടെ നമ്മളെപ്പോലെ തന്നെ ഓരോ കർമ്മത്തിനായി നിയമിച്ചവരാണ്. അവർക്കൊന്നും ഒരു അധികാരമില്ല. രണ്ട് പരാർത്ഥങ്ങൾ ആയുസ് കൂടിയ ബ്രഹ്മാവിനും പിന്നെ ഭയമുണ്ട്. ബ്രഹ്മാവിന് മാത്രമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം, അത്രയും കാലം ഇവിടെ ശൂന്യമാണ്. ഉദാഹരണമായിട്ട് 1000 വർഷമാണ് നമ്മുടെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. 1000 വർഷമാണെന്ന് വെച്ചോളൂ. അതിലൂടെ പ്രളയം നടന്നു വെച്ചോളൂ. പിന്നെ 1000 വർഷം ബ്രഹ്മാവിൻ്റെ ഉറക്കമാണ്. അങ്ങനെയാണ് എടുക്കുന്നത്. 1000 വർഷം എഴുന്നേറ്റിരിക്കുമ്പോഴാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെയെല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രളയം നടന്നു വെച്ചോളൂ. പിന്നെ അത്രയും കാലം അത് ഉറങ്ങും. അപ്പോൾ അതിന് രണ്ടുമുണ്ട്. പ്രളയം നടന്നതിൻ്റെ ശേഷം പിന്നെ നമ്മളില്ല, ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. എന്നാലും ബ്രഹ്മാവ് ലയിക്കുന്നില്ല. ബ്രഹ്മാവ് ഇങ്ങനെ അങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് പോലും എന്നെ ഭയമാണ് എന്ന് പറയണം. ബ്രഹ്മാവിന് പോലും ഭയന്നുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രവൃത്തി ചെയ്യുന്നു. 31 പറയുകയാണ്, ഇന്ദ്രിയങ്ങൾ പ്രവൃത്തി ചെയ്യുന്നു. ആരല്ല? ആത്മാവല്ല. കർമ്മം ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളാണ്, ആത്മാവല്ല. സത്വാദി ഗുണങ്ങൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. നമ്മളെ ഗുണങ്ങൾ, ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത് സത്വാദി ഗുണങ്ങളാണ്. ഗുണമുള്ള വസ്തുക്കൾ കാണുമ്പോൾ, ഉദാഹരണമായിട്ട് നല്ലൊരു മാങ്ങ പഴുത്ത് കാണുമ്പോൾ നമുക്ക് കണ്ണിൽ കാണുമ്പോൾ നമുക്കൊന്നും പോയി ഒന്ന് പറിച്ച് തിന്ന് കളയാം. ആത്മാവല്ല, അതൊന്നും ആത്മാവല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവ് കർത്താവുമല്ല. ജീവൻ ദേഹാദികളോട് ചേർന്ന് അഭ്യാസം ചെയ്യുന്നു. ജീവൻ എന്ന പ്രതിഭാസം ദേഹാദികളോട് കൂടി ചേർന്നിട്ട് അഭ്യാസം ചെയ്യുന്നു. എന്നിട്ട് കർമ്മഫലം അനുഭവിക്കുന്നു. നമ്മളുള്ള ഒരു ജീവാത്മാവുണ്ട്. പരമാത്മാവാണ് ഒന്നിനും തലയിടാൻ. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരാത്മാവ്. അതാണ്. എന്നിട്ട് അത് കർമ്മഫലം അനുഭവിക്കുന്നു. ആയതിനാൽ ആത്മാവ് ഭോക്താവല്ല. ദേഹേന്ദ്രിയങ്ങളിൽ അഹങ്കാരം നിൽക്കുന്നത് വരെ ആത്മാവിന് ഭേദമുണ്ട്. ദേഹേന്ദ്രിയങ്ങളിൽ അഹങ്കാരം നിലനിൽക്കുന്ന, ഞാനെന്ന അഹങ്കാരം നിൽക്കുന്നത് വരെ നമുക്ക് ഭേദഭാവമുണ്ട്. അതുകൊണ്ടാണ്
ഈ ആത്മീയവാദികളെല്ലാം മറ്റുള്ള മതങ്ങളെയെല്ലാം കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഭേദഭാവമുണ്ട്. അവരെല്ലാം അഹങ്കാരികളാണ്. ഞാനെന്ന അഹങ്കാരമുണ്ട്. ഞാനെന്ന അഹങ്കാരമുണ്ട്. നീ വേറെയാണ്, ഞാൻ വേറെ, നീ വേറെ. നീ വേറെ മതത്തിൽ, ഞാൻ വേറെ മതത്തിൽ. നിൻ്റെ മതം മോശം, എൻ്റെ മതം നല്ല. ഇങ്ങനെയെല്ലാം ഭേദഭാവം ഉണ്ടാകുന്നത് അഹങ്കാരികളാണ്. അഹങ്കാരം നശിച്ചാൽ മാത്രമേ ഭേദഭാവം ഇല്ലാതാവുകയുള്ളൂ. ആത്മാവിന് ഭേദബുദ്ധമുള്ളപ്പോൾ മറ്റുള്ളവർക്കെല്ലാം അധീനനായിട്ട് വർത്തിക്കേണ്ടി വരും. ആത്മാവിന് സ്വാതന്ത്ര്യമില്ലാത്തിടത്തോളം ഈശ്വരനിൽ ഭയമുണ്ട്. അതിനാൽ ഭോഗം, കർമ്മം ഇവയെ സേവിക്കുന്നവർക്ക് സുഖവും മോഹവും പ്രാപിക്കുന്നു. ആത്മാവിന് സ്വാതന്ത്ര്യമില്ലാത്തിടത്തോളം കാലം ഈശ്വരനിൽ ഭയമുണ്ട്. ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈശ്വരനെ ഭയന്നുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭോഗം, കർമ്മം ഇവയെ സേവിക്കും. ഭോഗത്തിന് വേണ്ടിയിട്ട് പിന്നാലെ നടക്കും, കർമ്മം ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഭോഗസുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? സുഖവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. മോക്ഷം അതിൽ നിന്ന് കിട്ടില്ല. മായക്ക് 34. മായക്ക് ക്ഷോഭം സംഭവിക്കുമ്പോൾ പറയുന്നത്, മായക്ക് ക്ഷോഭം സംഭവിക്കുമ്പോൾ, മായയിൽ നമ്മൾ അകപ്പെട്ട് കോപിച്ച് കിടക്കുന്ന അവസരത്തിലാണ് നമ്മൾ എന്നെ തന്നെ ഭോഗകാലം, ഭോഗ ഉപായങ്ങൾക്കുണ്ടാവുന്ന ശാസ്ത്രം, ഭോഗഫലമായ സ്വർഗം, പലവിധ ഗുണങ്ങൾക്ക് കാരണമായ സ്വഭാവം എന്നും കർമാവ് എന്നും പലവിധത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഭോഗ സുഖങ്ങളിൽ മായയിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഈശ്വരനെ, ഈ കൃഷ്ണനെ ഈ പല രൂപത്തിലായിട്ട് നമ്മൾ സങ്കല്പിച്ച് നടക്കുന്നത്. പല രൂപത്തിൽ പലവിധ ഗുണങ്ങൾക്ക് കാരണമായ സ്വഭാവമെല്ലാമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വരനെ പല രൂപത്തിൽ നമ്മൾ ദർശിക്കാൻ ശ്രമിക്കുന്നത്. മായയിലകപ്പെട്ടുകൊണ്ടാണ്. ഈശ്വരൻ എന്തുണ്ട്? നിന്റെ ഈശ്വരനല്ല എൻ്റെ ഈശ്വരൻ എന്നല്ലുള്ള ചിന്ത വരുന്നത്. എല്ലാം അന്യമായി തോന്നുന്നതിനെല്ലാം കാരണം മായയാണ്. അപ്പോൾ ഓരോ ആളും ഓരോ തരത്തിൽ പിശാചിനെ, കുട്ടിച്ചാത്തനെ, ഇങ്ങനെയെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെല്ലാം ഈശ്വരനായിട്ട് പറഞ്ഞ് നടക്കും. എന്നാൽ ജീവൻ 35 മുതൽ ഉദ്ധവർ ചോദിക്കുകയാണ്, ജീവൻ ഗുണത്തിലും പ്രവൃത്തികളിലും സുഖം ദുഃഖം മുതലായവയിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും നമ്മളെ ജീവാത്മാവ് ഉദ്ധവർ ഇതുവരെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ചില സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം ഇവിടെയല്ല പറയുന്നത്, അടുത്ത അധ്യായത്തിലാണ്. ജീവൻ ഗുണങ്ങളിലും പ്രവൃത്തികളിലും സുഖം ദുഃഖം മുതലായവയിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ദേഹാദികളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ആകാശം പോലെ ജീവാത്മാവാണ് ഈ പ്രവൃത്തികളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കുന്നത് ജീവൻ തന്നെയാണ്. പക്ഷേ അതിന് ദേഹാദികളുമായിട്ട് ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. ഈ ശരീരവുമായിട്ട് ജീവന് ബന്ധമില്ല. ഇപ്പം നമ്മളെ ജീവൻ എന്ന് പറയുന്നത് ശരീരമായിട്ട് ബന്ധമുണ്ടോ? ശരീരത്തിൽ നിന്ന് അത് മാറിയാണ് ആ ജീവൻ നിൽക്കുന്നത്. ശരീരമുള്ളപ്പോഴും ജീവൻ ഉണ്ടാവുകയും ചെയ്യാം, മരിച്ചാലും ശരീരമുണ്ട്, പക്ഷേ ജീവനില്ല. അപ്പോൾ ആ ജീവൻ എന്ന് പറയുന്നത് ശരീരവുമായിട്ട് പിടിച്ചു വെച്ചതല്ല. പക്ഷേ ശരീരത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതെന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട്. അതാണ്
ജീവൻ ഗുണങ്ങളിലും പ്രവർത്തികളിലും സുഖം ദുഃഖം മൂലാവിയിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ജീവൻ ഇതെല്ലായിട്ട് ജീവനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്, ജീവാത്മാവ്. പക്ഷെ അതേസമയം തന്നെ ദേഹാദികളുമായിട്ട് ബന്ധപ്പെട്ടും കാണുന്നില്ല. ആകാശത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പോലെ ദേഹാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേഹമുള്ള കാലത്തോളം എന്തുണ്ടാണ്? ജീവനുണ്ടാണ്. എന്നാൽ മരിച്ചാൽ ദേഹമുണ്ട്, പക്ഷെ ജീവൻ ഇല്ല. അപ്പോൾ അത് വേറിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ ദേവത്തോട് പിടിച്ചല്ല നിൽക്കുന്നത്. ഇത് ഉദ്ധവരുടെ സംശയമാണ്. ബന്ധനായും മുക്തനായും എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടും മുക്തി അതുമായിട്ട് ബന്ധമില്ലാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഏത് ലക്ഷണം കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ജീവൻ എന്ന സാധനത്തെ ഏത് ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാം? എങ്ങനെയാണ് അത് ഭുജിക്കുന്നത്? അനുഭവിക്കുന്നുണ്ടല്ലോ, അപ്പം എങ്ങനെയാണ് ഭുജിക്കുന്നത്? എങ്ങനെ മലവിസർജനം ചെയ്യുന്നു? ജീവൻ ഇതെല്ലാം മലവിസർജനം ചെയ്യുമ്പോൾ ഒരു ആശ്വാസം തോന്നും, വിസർജനം ചെയ്യില്ലേ പ്രയാസം തോന്നും. ഇതിനെല്ലാം ആർക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്? ജീവൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, പക്ഷേ ഈ ശരീരമായിട്ട് അതിനൊരു ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഇത് ഏത് ലക്ഷണം കൊണ്ട് അറിയാം? എങ്ങനെ നടക്കുന്നു? എങ്ങനെ കിടക്കുന്നു? എങ്ങനെ ഉറങ്ങുന്നു? ഈ ജീവൻ ഇത് ഉറങ്ങുന്ന സമയത്ത്, നടക്കുന്ന സമയത്തെല്ലാം ജീവൻ എന്താണ് ചെയ്യുന്നത്? ശരീരം ഉറങ്ങുന്നുണ്ട്, കിടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ജീവൻ ആ സമയത്ത് എങ്ങനെയാണുള്ളത്? അതിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇതിനുള്ള ഹേ കൃഷ്ണ, ചോദ്യങ്ങളുടെ ഉത്തരം അറിയുന്ന ശ്രേഷ്ഠനായ അങ്ങ് ഉത്തരം പറഞ്ഞാലും. അപ്പം കൃഷ്ണനോടാണ് ഇത് ചോദിക്കുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരം അറിയുന്ന ശ്രേഷ്ഠനായ അങ്ങക്ക് ഇതെല്ലാം അറിയാലോ, അതുകൊണ്ട് ഉത്തരം പറഞ്ഞാൽ. ഒരുത്തൻ മാത്രം നിത്യബന്ധൻ നിത്യമുക്തൻ. അവൻ ഒരേ സമയം തന്നെ നിത്യബന്ധനുമാണ്, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുഭവിക്കുന്നുണ്ട്, നിത്യമുക്തനുമാണ്, ഈ ശരീരമായിട്ട് അതിനൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആ സംഗതിയിൽ എനിക്ക് കുറച്ച് ഭ്രമമുണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഭ്രമമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആകെ ഒരു പിടിയും കിട്ടുന്നില്ല. ജീവാത്മാവാണ് എല്ലാം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. പരമാത്മാവല്ലേ? പരമാത്മാവ് വേറെയാണ്. പരമാത്മാവ് നിർഗുണമാണ്. അതിൻ്റെ അടുത്താണ് ജീവാത്മാവ്, പ്രമോദിൻ്റെ ജീവാത്മാവ്, വേറെ ആളുടെ ജീവാത്മാവ്. അതാണ് അയാളെ പ്രമോദമായിട്ടും മറ്റേതായിട്ടും എല്ലാം മാറ്റുന്നത്. ആ ജീവാത്മാവാണ് സുഖമെല്ലാം അനുഭവിക്കുന്നത്, ദുഃഖമെല്ലാം അനുഭവിക്കുന്നത്. ശരി, അതാണ് ജീവനുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ സംഗതി ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ മുക്തനാകുന്നത് എങ്ങനെയാണ്? അതേസമയം അവൻ ബന്ധനസ്ഥനുമാണ്, മുക്തനുമാണ് എന്ന് വരുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയുന്ന കൃഷ്ണനോട് പറയുകയാണ് അതൊന്ന് വ്യക്തമാക്കി തരുവാൻ. അതപ്പം നമുക്ക് അടുത്ത അധ്യായത്തിൽ കൃഷ്ണൻ വ്യക്തമാക്കി കൊടുക്കുമായിരിക്കും.